അയ്യൂബിന് അത് പറയാനായില്ല. റബ്ബേ, നിന്റെ അനുഗ്രഹം വരുമ്പോൾ എനിക്ക് എങ്ങനെ വയറ് നിറയാനാണ്? ഈ ഹദീസിനെ ആസ്പദമാക്കി നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, നിഅമൽ മാലു സ്വാലിഹ് ഇൻദ റജുലി സ്വാലിഹ്. അതൊരു ഹദീസായിട്ട് വന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് എന്നിവരുടെ മുസ്നദിൽ, ഇബ്നു ഹിബ്ബാൻ എന്നിവരുടെ സ്വഹീഹിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, നിഅമൽ മാലു സ്വാലിഹ് ലിർറജുലി സ്വാലിഹ്. ഹദീസ് അങ്ങനെയാണ്. ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു, നിഅമൽ മാലു സ്വാലിഹ് മഅൽ അബ്ദി സ്വാലിഹ്. നല്ല ഒരു മനുഷ്യന്റെ അടുത്ത് നല്ല സമ്പത്ത് എത്ര നല്ലതാണ്. നല്ല മനുഷ്യന്മാരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്, സ്വതക്ക കൊടുക്കുന്നവരാണ്, നാടിനെ സഹായിക്കുന്നവരാണ്, മസ്ജിദിന് കൊടുക്കുന്നവരാണ്, മദ്രസക്ക് നൽകുന്നവരാണ്, പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നവരാണ്. അങ്ങനത്തെ ആളുകളുടെ കയ്യിൽ അള്ളാഹു ഹലാലായ സമ്പത്ത് കൊടുത്താൽ അത് എത്ര നല്ലതാണ്. സ്വാലിഹീങ്ങളിൽ സമ്പന്നന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു, സ്വാലിഹീങ്ങളിൽ ദാരിദ്ര്യമുള്ളവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കാണും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു ഹദീസുണ്ട്, റുബ്ബ അശ്അസ അഗ്ബറ ذي تمرين مدفوع بالابواب لو اقسم على الله لابره. എത്ര ആളുകളുണ്ടെന്നറിയുമോ? അശ്അസ അഗ്ബറ, മുടിയെല്ലാം കുളിക്കാതെ പൊടിപുരണ്ട് ശരീരമാസകലം പൊടിയും ചളിയുമായി നടക്കുന്ന ചില ആളുകൾ. അവർക്കറിയുക പോലുമില്ല, അവർക്കത് ബോധമില്ലാത്തൊരവസ്ഥയിൽ അവരറിയുന്ന പോലുമില്ല തങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. ആർക്കും ആവശ്യമില്ലാത്ത, കാല് ചവിട്ടി ഉരക്കുന്ന ചവിട്ടി പോലോത്ത 2 പിടി വസ്ത്രങ്ങൾ ദേഹത്ത് ചുറ്റി നടക്കുന്ന എത്ര ആളുകളുണ്ട് അല്ലാഹുവിനെന്നറിയുമോ? മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ആരുടെയെങ്കിലും വീട്ടുവാതിൽക്കൽ വന്ന് നിന്നാൽ നിങ്ങളൊന്ന് മാറിപ്പോകണേ, ഒന്ന് ഇറങ്ങിപ്പോകണേ എന്ന് വീട്ടുകാർ അവരോട് പറഞ്ഞു പോകും. അങ്ങനത്തെ ആളുകളുണ്ട് അല്ലാഹുവിന്. ലൗ അഖ്സമ അലല്ലാഹി ലബറ, അവരെങ്ങാനും അല്ലാഹുവിനോട് പടച്ചവനെ വല്ലാഹി ലതഫഅലന്ന കദാ, അല്ലാഹുവേ നീ ഇങ്ങനെ ചെയ്തേക്കണമെന്ന് റബ്ബിന്റെ നാമം വെച്ച് ആണയിട്ട് പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചിരിക്കും. അങ്ങനത്തെ ആളുകളുണ്ട് സ്വാലിഹീങ്ങൾ. ഖാദിസിയ്യ യുദ്ധം നടക്കുമ്പോൾ ഒരാഴ്ചയിലേറെ നീണ്ടുനിന്ന പ്രതിരോധങ്ങൾക്ക് വഴി കാണാതെ വന്നപ്പോൾ, യുദ്ധം വിജയിക്കാതെ വന്നപ്പോൾ, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയാണ്, കാന മുസ്തജാബദ് ദഅവ, ദുആഇന് ഉത്തരമുള്ള സ്വഹാബിയായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മാലിക് എന്നവരുണ്ട്, സഅദ് ഇബ്നു മുആദ് ഉണ്ട്, സഅദ് ഇബ്നു റബീഅ ഉണ്ട്. ഇത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആക്ക് ഉത്തരമുള്ള സ്വഹാബിയാണ്. മഹാനവറുകൾ ഓടിച്ചെന്നത് മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്കാണ്. ഐന ബറാ, എവിടെയാണ് ബറാ? സ്വഹാബിയാണ് ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു. ബറാ ഇബ്നു ആസിബ് അവരും സ്വഹാബിയാണ്. ഇത് ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു അന്ന് പേർഷ്യക്കാരുമായി, അന്ന് ഇറാനിൽ വെച്ച് നടന്ന യുദ്ധമാണ് ഖാദിസിയ്യ യുദ്ധം. ശക്തമായ പ്രതിരോധം പേർഷ്യൻ സൈന്യം തീർക്കുമ്പോൾ വിജയിക്കാൻ കഴിയാതെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സൈന്യം പിന്തിരിഞ്ഞോടുമോ എന്ന് പേടിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുമായി ചർച്ച നടത്തി. എന്തേ നമുക്ക് പരാജയം വരാൻ കാരണം? അവർ പറഞ്ഞു ഒരു വിഷയം, നസീന സുന്നത സിവാകി അൻ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂല് നമ്മളോട് എപ്പോഴും മിസ്വാക്ക് ചെയ്യാൻ പറയുമായിരുന്നുവല്ലോ. മിസ്വാക്ക് ചെയ്യണം, ബ്രഷ് ചെയ്യണം, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മിസ്വാക്ക്, വുളു എടുക്കുമ്പോൾ മിസ്വാക്ക്, ഉറങ്ങാൻ കിടക്കുമ്പോഴേ ഉറക്കെന്ന് എഴുന്നേറ്റാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എപ്പോഴും സുന്നത്തുള്ള ഒരു സുന്നത്താണ് മിസ്വാക്ക്. ആ മിസ്വാക്കിന്റെ അറാക്കിന്റെ കഷ്ണം നമ്മുടെ കൈകളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഒന്ന് പല്ല് തേക്കാനുള്ള അറാക്കിന്റെ കഷ്ണം നമ്മുടെ കൈകളിൽ ഇല്ലല്ലോ. ആ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടതായിരിക്കണം നമുക്ക് പരാജയമുണ്ടാവാൻ കാരണം. സ്വഹാബിമാർ പറഞ്ഞ ഏറ്റവും വലിയ അത്ഭുതമാണത്. അവരാരും പറഞ്ഞില്ല നമ്മൾ
ആയുധത്തിൻ്റെ മൂർച്ചയോ ആയുധ ബലമോ സംഘശക്തിയോ ആൾക്കൂട്ടമോ അതൊന്നുമല്ല പറഞ്ഞത്. നമ്മളെന്തോ ചില സുന്നത്തുകൾ പതിവാക്കിയത് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്നുവല്ലോ. ഉടനെ ഓർഡർ ചെയ്തു സഅദ് റളിയല്ലാഹു അൻഹു, സൈന്യത്തിലെ ഓരോ പട്ടാളക്കാരനും മിസ്വാക്ക്, അറാഖിൻ്റെ കഷ്ണം, അതൊരു മരക്കഷ്ണമാണ്, കണ്ടിട്ടുണ്ടാവും അറാഖ് അല്ലേ? അറാഖ് കണ്ടിട്ടില്ലേ? അസ്താഖു ബഅദകി ബിൽ അറാഖി തഫാഉലൻ ബിസ്മിൽ അറാഖി അഖൂലു സൗഫ അറാഖി വതറക്തു ഇംസാക സിവാകി തശാഉമൻ മിൻ അൻ യകൂന തമസ്സുകി ബിസിവാകി. ഇത് പ്രേമം തലക്കടിച്ചൊരു കവി പറഞ്ഞ പാട്ടാണ്. അതിനർത്ഥമൊന്നും ഞാൻ പറയില്ല. അറാഖും സിവാക്കും ഒന്ന് തന്നെയാണ്, പക്ഷെ അതിന് ഭാഷയിൽ വേറെ രണ്ടർത്ഥമുണ്ട്. അറാഖി നിന്നെ ഞാൻ കാണുന്നു, സിവാക്കി എന്ന് പറഞ്ഞാൽ നീ അല്ലാത്തോള് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരുത്തം തലക്ക് പ്രേമം തലക്കടിച്ചിട്ടേ നീ പോയാൽ പിന്നെ ഞാൻ അറാഖോണ്ടാണ് തേക്കുക. അറാഖോണ്ട് തേക്കുമ്പോൾ അറാഖ് നിന്നെ കാണുന്നല്ലേ ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ കോലും പിടിച്ച് ഞാൻ അങ്ങനെ വല്ലേക്കും. സിവാക്ക് ഞാൻ എടുക്കാറില്ല, മിസ്വാക്ക്. സിവാക്കിനെ നീ അല്ലാത്തോളെന്നല്ലേ, അപ്പം നീ അല്ലാത്തോളിട്ട് വല്ല പ്രേമം തോന്നിയാലോ എന്ന് വിചാരിച്ച് ഇപ്പം സിവാക്കില്ല, അറാഖേ ഉപയോഗിക്കാറുള്ളൂ. ഭ്രാന്താ പറയണത്. പോട്ടെ, അറാഖ് എന്ന് അത് മരക്കഷ്ണമാണ്, ഒരു മരക്കഷ്ണമാണത്. സഅദ് റളിയല്ലാഹു അൻഹു വിതരണം ചെയ്തു മിസ്വാക്ക് ചെയ്യാൻ. എല്ലാവരുടെ കയ്യിലും മിസ്വാക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, മറന്നു പോകല്ലേ ഹബീബിൻ്റെ സുന്നത്തുകൾ, മറന്നു പോകല്ലേ. നമ്മൾ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കുക, വെള്ളം കുടിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കാൻ, ഇരുന്ന് കുടിക്കാൻ, ബിസ്മി ചൊല്ലാൻ, അൽഹംദുലില്ലാ പറയാൻ. കുട്ടികളൊക്കെ വയറ് നിറഞ്ഞു എന്ന് പറയണ്ട എണീക്കുക. അൽഹംദുലില്ലാ പറഞ്ഞു എണീക്ക് മോനെ എന്നാ പറയേണ്ടത്. എനിക്ക് വയറ് നിറഞ്ഞു, അത് അവസാനത്ത് അൽഹംദുലില്ലാ സ്ഥാനത്ത് ഇപ്പോൾ അതാ പറയല് പല മക്കളും. അപ്പോൾ അവരോട് പറയുന്നത് മോനെ വയറ് നിറഞ്ഞോ എന്നാൽ പിന്നെ അൽഹംദുലില്ലാ അത് പറയും. മക്കളോട് അൽഹംദുലില്ലാ പറയാം. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന ഉമ്മമാർ പിഞ്ചു മക്കൾക്ക് വേണ്ടി ബിസ്മില്ല പറയണമെന്നാണ്. അവർ പാല് കൂടി നിർത്തിക്കഴിയുമ്പോൾ ഉമ്മ പറയണം പിഞ്ചു പൈതലിന് വേണ്ടി അൽഹംദുലില്ലാ. അപ്പോഴേ മക്കളിൽ സ്വലാഹ് നന്മ ഉണ്ടാവുള്ളൂ എന്നാണ്. സഅദ് റളിയല്ലാഹു അൻഹു നേരെ പോകുന്നത് മഹാനായ സ്വഹാബി ബറാ ഇബ്നു മാലിക് എന്നവർ അന്വേഷിച്ചുകൊണ്ടാണ്. എവിടെയാണ് ബറാ? അവർ പറഞ്ഞു എങ്ങാനും ദൂരത്ത് കിടക്കുന്നുണ്ടാകും ബറാ എന്നവർ വിളിച്ചു കൊണ്ടുവന്നു. മെലിഞ്ഞൊട്ടിയൊരു സ്വഹാബിയാണ്, ശരീരം തളർന്നു പോയൊരു മഹാൻ, വളരെ മെലിഞ്ഞ ഒരു സ്വഹാബി. സഅദ് റളിയല്ലാഹു അൻഹു ബറാ എന്നവരോട് പറഞ്ഞ വാക്ക് ചരിത്രം രേഖപ്പെടുത്തിയത് എത്ര വലിയ അത്ഭുതമാണ്. ബറായെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങളെപ്പറ്റി പറഞ്ഞ ഒരു ഹദീസ്? رب أشعث أغبر ذي تمرين مدفوع بالأبواب لو أقسم على الله لأبره منهم براء بن مالك. മുടി ചടപിടിച്ച കുളിക്കാതെ നടക്കുന്നു എന്ന് തോന്നുന്ന ശരീരമാസകലം പൊടിപുരണ്ട, കണ്ടാൽ ആരും ഇഷ്ടപ്പെടാത്ത, വാതിൽക്കൽ വന്നാൽ ആട്ടിയോടിക്കപ്പെടുന്ന എത്രയോ പാവങ്ങളായ സ്വാലിഹീങ്ങളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ നാമം വെച്ച് വല്ലതും പറഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുത്തേക്കും. അവരിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബറായേ, ഈ യുദ്ധം വിജയിക്കാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഇന്നത്തെ പകൽ അവസാനിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ കിസ്റയുടെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് വാങ്കുവിളി കേൾക്കണം. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇറക്കണേ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കും റബ്ബിനോട്, ഇന്ന് മഗ്രിബാകുമ്പോഴേക്കും ഞങ്ങൾക്ക് വിജയം വേണം. സമയം പറഞ്ഞു കൊടുത്തു, എപ്പോഴെങ്കിലും പോരാ, ഇന്ന് മഗ്രിബാകുമ്പോഴേക്ക് നമുക്ക് വിജയം വേണം. ഖാദിസിയ യുദ്ധം വിജയിക്കണം. അവിടുന്ന് ദുആ ചെയ്തു. ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ഞങ്ങൾക്ക് വിജയം തരണം, ഇന്ന് മഗ്രിബോടുകൂടെ ഞങ്ങൾക്ക് വിജയം സാധ്യമാക്കി തരണം എന്ന് ചോദിച്ചു. അല്ലാഹ് അങ്ങോട്ട് കൊടുത്തു. സൂര്യൻ അസ്തമിക്കുകയാണ്. കിസ്റ ഇബ്നു ഹുർമുസിന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ ഇസ്ലാമിന്റെ പതാക ഉയർന്നുവെന്ന് മാത്രമല്ല, അവിടെ നിന്ന് വാങ്കുളി കേൾക്കുകയാണ്. വാങ്കുലി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിച്ചത് ഒരു സ്വാലിഹായ മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. സഅദ് റളിയല്ലാഹു അൻഹു നോക്കിയത് പട്ടാളത്തിന്റെ കായബലത്തിലേക്കല്ല, അവരുടെ ആയുധ ശക്തിയിലേക്കല്ല നോക്കിയത്. അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഇത് അള്ളാഹുവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ വിജയം സാധ്യമാകൂ. സ്വാലിഹീങ്ങളിൽ പട്ടിണി പാവങ്ങളുണ്ടായിരുന്നു.
സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ മുതലാളിമാരുമുണ്ട്. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അയ്യൂബേ യാ അയ്യൂബ് അമാ തശ്ബഉ, അയ്യൂബ് നബിയെ നിങ്ങൾക്ക് വയറ് നിറഞ്ഞില്ലയോ എന്ന് ചോദിക്കുമ്പോൾ സ്വാലിഹായ നബിയാണ്, അല്ലാഹുവിലേക്ക് വളരെ അടുത്ത നബിയാണ് അയ്യൂബ് അലൈഹിസ്സലാം. അവർ നൽകിയ മറുപടി വമൻ യശ്ബഉ മിൻ ഫളലിക വറഹ്മതിക യാ അല്ലാഹ്, അല്ലാഹുവേ നിന്റെ റഹ്മത്തും നിന്റെ ഔദാര്യവും ലഭിക്കുമ്പോൾ ആർക്കാണ് വയറ് നിറയുന്നത്? ഇമാം ശാഫിഈ തങ്ങൾ ആ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, നിഅമൽ മാലുസ് സ്വാലിഹ് മഅൽ അബ്ദിസ് സ്വാലിഹ്. സജ്ജനങ്ങളായ ആളുകളുടെ കൈകളിൽ സമ്പത്ത് വന്നാലും അത് ഖൈർ, അവർക്ക് നിഅമത്ത് വന്നാലും ഖൈർ. അവർ സജ്ജനങ്ങളാകാതെ പോകുന്നില്ല, സജ്ജനങ്ങൾ തന്നെയാണ്. എന്നാലും അല്ലാഹു സജ്ജനങ്ങൾക്ക് സമ്പത്ത് നൽകുന്നതിൽ ഒരിക്കലും അവർ ദുന്യാവിലേക്ക് ആകൃഷ്ടരാവുകയുമില്ല. അവരുടെ കൈകളിലെ അതുണ്ടാകൂ, മനസ്സിലേക്ക് സമ്പത്ത് കടക്കാറില്ല. അള്ളാഹുവിനോട് ചോദിക്കേണ്ട പ്രാർത്ഥനയും അതാണല്ലോ, അള്ളാഹുവേ ഞങ്ങളുടെ കൈകളിൽ സമ്പത്ത് നൽകണം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നേക്കരുത്. ഖൽബിനുള്ളിലേക്ക് സമ്പത്തിനോട് സ്നേഹം അത് വരാൻ പാടില്ല. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അൽഹംദുലില്ലാഹ്. സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമുസ്സലാം ഇന്നത്തെ ഫലസ്തീൻ ജെറൂസലേം ആസ്ഥാനമായി ലോകത്തിന്റെ ഭരണചക്രം കറക്കിയ നബിയാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം രാജാവാണ്, പിതാവും രാജാവായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. സുലൈമാൻ നബിയുടെ പ്രാർത്ഥന ഖുർആൻ ഉദ്ധരിക്കുന്ന സൂറത്തുൻ നംലിൽ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സ്വാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാം ഇവരെ പണി കഴിപ്പിച്ചതാണ് അൽ മസ്ജിദുൽ അഖ്സ. അതിൻ്റെ അസ്ഥിവാരമിട്ടത് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇന്ന് നമുക്ക് യാത്ര ചെയ്താൽ കാണാൻ പറ്റുന്ന സ്ഥലമാണത്. ആ മസ്ജിദുൽ അഖ്സയുടെ കോമ്പൗണ്ടിൽ എവിടെയോ ആണ് സുലൈമാൻ അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. ദാവൂദ് നബിയുടെ മഖാമ് തൊട്ടപ്പുറത്ത് കാണാൻ കഴിയും. ഇത് ജൂതന്മാരുടെ കൺട്രോളിലാണ് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഖായ കുട്ടികൾ കുടിക്കാനുള്ള പാനീയം കൊണ്ടുവരുന്നുണ്ട്. എന്താണ്, തണുത്തതാണോ പായസമാണോ ചൂടുള്ളതാണോ എന്താണ് സംഭവം? തണുപ്പല്ലേ? അത് മതി, അത് ചൂട് വേണ്ട. അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹ്. അത് തയ്യാറ് ചെയ്തവർ, ഒഴിച്ചു വെച്ചവർ, കൊണ്ടുനടക്കുന്നവർ, ഇവർക്കൊക്കെ കൂലി ഉണ്ടാവും. കുടിക്കുന്നവർക്കും കൂലി കിട്ടും. ബിസ്മില്ലാ കുടിച്ചോളി. ഇരുന്ന് കുടിക്കുകയാണ്, അൽഹംദുലില്ലാഹ് ചൊല്ലുക. 3 ഇറക്കമായിട്ട് കുടിക്കുക. ദാഹം ഉണ്ടെങ്കിൽ ഒറ്റ ഇതിലങ്ങ് കുടിക്കേണ്ട, മെല്ലെ മെല്ലെ കുടിക്കുക. അപ്പൊക്കെ കൂലിയാ. അൽഹംദുലില്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ എനിക്ക് രാജാധികാരം വേണം. ലാ യംബഗീ ലിഅഹദിൻ മിൻ ബഅദി, എൻ്റെ കാലശേഷം ഒരാൾക്കും ലഭിക്കാൻ പാടില്ലാത്ത വലിയൊരു രാജാധികാരം നീ എനിക്ക് തന്നേക്കണം അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചതാണ്. ലോകം മുഴുവൻ ഭരിച്ചത് 4 ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അതിൽ 2 പേർ മുസ്ലിമീങ്ങളാണ്. ഒന്ന് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, രണ്ടാമത്തേത് ദുൽഖർനൈൻ സൈറസ് അത്ഥാനി, സൈറസ് രണ്ടാമൻ, ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. രാജാധികാരം അല്ലാഹു നൽകി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. രാജാധികാരം എന്ന് പറയുമ്പോഴേ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള പ്രദേശങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഭരണപരിധിയിലുണ്ടായിരുന്നു എന്നാണ് ചരിത്ര സാക്ഷ്യം. അത്രയും പ്രവിശാലമായൊരു ലോകം. ചൈനയും ആഫ്രിക്കയും ഇന്ത്യൻ ഉപഭൂഖണ്ഡമടക്കമുള്ള പ്രദേശങ്ങൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അധികാരപരിധിയിലാണ്. ഇതൊക്കെ കിട്ടിയപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? ഒരു നബിയാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അല്ലാഹുവേ നീ എനിക്കും എൻ്റെ ഉപ്പയായ ദാവൂദ് നബിക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ ശുക്ർ ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്നാണ്. ആ അധികാരം കയ്യിലുള്ള സമയത്തും അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ച നബിയാണത്.
എനിക്കും എൻ്റെ പിതാവിനും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് അൽഹംദുലില്ല പറയാൻ എപ്പോഴും എപ്പോഴും തൗഫീഖ് നൽകണേ. വഅൻ അഅമല സ്വാലിഹൻ തർളാ, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാനും തൗഫീഖ് നൽകണേ. പിന്നെ ചെയ്ത ദുആ എന്താണെന്നറിയുമോ? വഅദ്ഖിൽനീ ബിറഹ്മതിക് ഫീ ഇബാദിക സ്വാലിഹീൻ, നിന്റെ കരുണയാൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തിത്തരയണമേ. അധികാരം, സമ്പത്ത് എല്ലാം കൈകളിൽ ഉണ്ടായിരുന്ന നബി അള്ളാഹുവിനോട് ചോദിക്കുന്നത് സജ്ജനങ്ങളുടെ കൂടെ എന്നെ ആക്കിത്തരയണമേ. നമ്മൾ അല്ലാഹുവിനോട് ഒരു ദിവസം 17 തവണ ചോദിക്കുന്നുണ്ട്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ആക്കിത്തരയണമേ. ആമീൻ. സജ്ജനങ്ങളുടെ കൈകളിൽ സമ്പത്ത് വരുന്നതോടുകൂടെ ആ സമ്പത്ത് സന്മാർഗത്തിലേക്കാണ് അവർ ചെലവഴിക്കുന്നത്. സജ്ജനങ്ങളാവുക എന്നതും സമ്പത്തുണ്ടാവുക എന്നതും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നവരുണ്ട്. അത് സ്വാലിഹീങ്ങളുടെ പ്രത്യേകതയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇവരെല്ലാം ഹബീബായ നബിയുടെ സ്വഹാബികളിലെ വലിയ മുതലാളിമാരായിരുന്നു. അന്നത്തെ മുതലാളിമാർ, അന്നത്തെ മില്യനേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ പറ്റും. അബൂ സുലൈമാൻ റഹിമഹുള്ളയോട് ഇബ്നു അബിൽ ഹവാരി തങ്ങൾ പറഞ്ഞതാണ്, കാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മൂസറൈൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരും ഉസ്മാൻ തങ്ങളും മുതലാളിമാരായിരുന്നല്ലോ എന്ന് അബൂ സുലൈമാൻ തങ്ങളോട് അഹ്മദ് ഇബ്നു അബിൽ ഹവാരി തങ്ങൾ പറഞ്ഞപ്പോഴേ മഹാനായ അബൂ സുലൈമാൻ റഹിമഹുല്ലാ പറഞ്ഞു, ഉസ്കുത്, മിണ്ടാണ്ടിരിക്കുന്ന എന്താണ് ഈ പറയുന്നത്? ഇന്നമാ കാന ഉസ്മാനു വ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഖാസിനൈനി മിൻ ഖസാഇനില്ലാഹി ഫീ അർളി. അല്ലാഹുവിൻ്റെ ഭൂമിയിലെ അല്ലാഹുവിൻ്റെ നിധികളുടെ സൂക്ഷിപ്പുകാരായിരുന്നു അവർ. യുൻഫിഖാനി ഫീ വുജൂഹിൽ ഖൈർ, അവർ നന്മയുടെ വഴികളിൽ അത് ചെലവഴിച്ചവരാണ്. നന്മയുടെ വഴിയിൽ ചെലവഴിച്ചവരാണ് അവർ. വെറും ഒരു മുതലാളിമാരാവുക എന്നതിൽ എന്തിരിക്കുന്നു? അവരും കുടുംബവും മക്കളും മാത്രം. ഇത് ഞങ്ങൾക്കുള്ളതാ, ഞങ്ങൾക്ക് ഇത്ര സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് ഇത്ര വലിയ വീടുണ്ട്, ഞങ്ങൾക്ക് ഇത്ര സൗകര്യമുണ്ട്. എന്നിട്ട് മരിച്ചുപോയ 6 അടി മണ്ണ് അതും നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉള്ള പോലെ 6 അടി മണ്ണുണ്ട്. എപ്പോഴാണ് അവർ വ്യത്യസ്തരാകുന്നത്? ആ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? സ്വന്തം കുടുംബത്തിലെ മിസ്കീന്മാർക്ക് ഉപകാരമുണ്ടോ? നാട്ടിലെ മസ്ജിദിന്, മദ്രസക്ക്, നല്ല കാര്യങ്ങൾക്ക് വല്ല ഉപകാരത്തോട് നടക്കുന്നുണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് കാര്യം? ആ സമ്പത്ത് കൊണ്ട് ഒരു കാര്യമില്ല. അവരുണ്ട്, മരിച്ചുപോയി കുട്ടികൾ, അത് അടിച്ചു മാറി ജീവിക്കും, അവരടിച്ചു പൊളിക്കും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. വാപ്പ ഉണ്ടാക്കി വെച്ചു, മക്കള് എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും വെറും ഒരു സമ്പന്നരായിരുന്നു എന്ന് പറഞ്ഞു നിർത്തരുത് എന്ന് അബൂ സുലൈമാൻ റഹ്മഹുല്ലാ സൂചിപ്പിക്കുകയാണ്. അവർ അല്ലാഹുവിൻ്റെ ഖജനാവുകളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. യുൻഫിഖാനി ഫീ വുജൂഹിൽ ഖൈർ, നന്മയുടെ വഴികളിലാണ് അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസ്വാരികളിലെ, മുഹാജിറുകളിലെ മുതലാളിമാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് ചെലവ് കൊടുത്തിരുന്ന സ്വഹാബിയാണ്. നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, ഹിഫ്ദിന് പഠിക്കുന്ന മക്കള്, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരാണ് നിങ്ങൾ. എത്രയോ നാടുകളിൽ സ്വന്തം വീട് പോലത്തൊരു വീടാണ് ചെലവ് കുടി എന്ന് മുതഅല്ലിമീങ്ങൾ പറയും. എൻ്റെ ചെലവ് കുടി. ഞാനൊരു സുഹൃത്തിനെ മസ്കറ്റ് എയർപോർട്ടിൽ വെച്ച് കണ്ടു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വീട് കോഴിക്കോടെങ്ങാനോ ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫ്ലൈറ്റ് എങ്ങോട്ടാണ്? കോഴിക്കോട്ടേക്കാണോ നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചു. ഞാൻ UAE വരികയാണ്. അദ്ദേഹം പോകുന്നത് എന്നോട് പറഞ്ഞു, ഞാൻ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഞാൻ ചോദിച്ചു, എന്തേ കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് കിട്ടാത്തത് കൊണ്ടാണോ? എന്തേ കൊച്ചി പോയത്? ദൂരല്ലേ, എങ്ങനെ വീട്ടിലേക്ക് എത്തുക എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ഉംറ കഴിഞ്ഞ് വരികയാണ്. എൻ്റെ ചെലവ് കൂടി എറണാകുളം എയർപോർട്ടിൻ്റെ അടുത്താണ്. ആ ചെലവ് കൂടിയിലെ ഉപ്പയോടും ഉമ്മയോടും അവരൊന്ന് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. മാഷാ അല്ലാഹ്, വല്ലാത്ത ഇഷ്ടം തോന്നി. അങ്ങനെ എത്രയോ നൂറുകണക്കിന് വീടുകളിൽ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയും അതുതന്നെയാണ്. ഉസ്താദുമാർക്ക്, മുതഅല്ലിമീങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ
നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന എത്രയോ സ്നേഹത്തിൻ്റെ കുടിലുകൾ. അള്ളാഹുവിൻ്റെ ഹബീബിന് അൻസ്വാരികൾ കൊടുത്തിരുന്നത് അങ്ങനെയാണ്. പുണ്യ നിബിതങ്ങൾ ആ മസ്ജിദിൻ്റെ ഇമാമാണ്, ഖതീബാണ്, ഖാദിയാണ്, നബിയാണ്, മുഅല്ലിമുൽ ഖൈറാണ്, എല്ലാമാണ്. പുണ്യ നിബിതങ്ങൾക്കെന്ന് ചെലവ് കൊടുത്തിരുന്ന സ്വഹാബിയാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. നിബിതങ്ങൾ ഏത് ഭാര്യയുടെ വീട്ടിലാണെങ്കിലും كان للنبي صلى الله عليه وسلم من سعد بن عبادة كل يوم جفنة تدور معه حيث دار من نسائه. നബിയുടെ എല്ലാ വീട്ടുകാർക്കും ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരിൽ എല്ലാവരുടെ വീട്ടിലേക്കും ആവശ്യമായ ഭക്ഷണങ്ങൾ സഅദ് ഇബ്നു ഉബാദ തങ്ങളായിരുന്നു കൊണ്ടുകൊടുത്തിരുന്നത്. വല്ലാത്ത ഭാഗ്യവാനാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു. ഈ സംഭവം പറയുമ്പോൾ യഹ്യ ഇബ്നു അബീ കസീർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ആലിം അവർ പറയുമായിരുന്നു, ഞാൻ അള്ളാഹുവിനോട് ദുആ ഇറക്കുന്നുണ്ട്, അല്ലാഹുമ്മ ർസുഖ്നീ മാലാ, പടച്ചവനെ സമ്പത്ത് നൽകണേ. ഫഇന്നഹു ലാ യുസ്ലിഹുൽ ഫിആല ഇല്ലൽ മാൽ, കർമ്മങ്ങൾ നന്നാവേണമെങ്കിൽ സമ്പത്ത് വേണമല്ലോ. ഒരു അതിഥിയെ സൽക്കരിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കണം. മാർക്കറ്റിൽ ചെന്നാൽ സാധനങ്ങൾക്ക് എന്താണ് വില? പൈസ വേണ്ടേ? അപ്പോഴല്ലേ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ബന്ധുക്കളെ ഒന്ന് ഒരുമിച്ച് കൂട്ടി ഒരു കുടുംബ സംഗമം നടത്തണം, പൈസ വേണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ർസുഖ്നീ മാലാ, നീ ഇഷ്ടപ്പെടുന്ന സമ്പത്ത് ഹലാലായത് എനിക്ക് നൽകണം. ഫഇന്നഹു ലാ യുസ്ലിഹുൽ ഫിആല ഇല്ലൽ മാൽ. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു സമ്പത്തുണ്ടായത് കൊണ്ടല്ലേ ഹബീബായ നബി തങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ പറ്റിയത്, ഹബീബിന് ഭക്ഷണം എന്നും കൊണ്ടുകൊടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് റബ്ബേ എനിക്കും അത് സാധ്യമാക്കണേ. ഇപ്പൊ പാവപ്പെട്ട ചില വീടുകളിൽ ചെലവ് കുടി എന്ന് നമ്മൾ പറയുന്ന ആ സംഭവം ദർസൊക്കെ നടക്കുന്ന വീടുകളിൽ, മഹല്ലുകളിൽ എല്ലായിടത്തും കാണാൻ പറ്റും. അപ്പോൾ പാവപ്പെട്ടവർ പറയും, ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഉസ്താദേ, ഞങ്ങളെ കൊണ്ട് കഴിയില്ല, കമ്മിറ്റിക്കാരെ ഞങ്ങളൊന്ന് ഒഴിവാക്കി തന്നേക്ക്, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്തേ? അവർക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് വയ്യ. അവരുടെ നീയത്തിന് അല്ലാഹു കൂലി കൊടുക്കും. അപ്പം സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നല്ലോ എന്നൊരു വശം അവിടെ ഉണ്ട്. മഹാനായ യഹ്യ ഇബ്നു അബീ കസീർ തങ്ങൾ ദുആയിരക്കാണ്, റബ്ബേ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യണമെങ്കിൽ പൈസ വേണ്ട. ഇപ്പോൾ പള്ളിക്ക് നമ്മുടെ സീതിൽ പോയി ഈ പള്ളിയിലേക്ക് നമ്മുടെ അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് ചെയ്യണം, പൈസ എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ റബ്ബേ, ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ, ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. സമ്പത്ത് അല്ലാഹുവിനോട് ചോദിക്കണം. എന്തുകൊണ്ട്? ആ സമ്പത്ത് സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു കൊടുത്തു, അതുകൊണ്ട് അവർ സ്വർഗം വാങ്ങി, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന പണികൾ അവർക്ക് ചെയ്യാൻ പറ്റി. അതിന് മേന്മ നടിക്കാനല്ല, അഹങ്കരിക്കാനുമല്ല, നെഞ്ചി വിരിച്ച് നടക്കാനുമല്ല. പിന്നെയോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ അത് വേണ്ടയോ? അള്ളാഹു നമ്മളിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകട്ടെ. ഉള്ള ജോലികളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും അള്ളാഹു അനുഗ്രഹവും ചെയ്യട്ടെ. നമ്മുടെ ഗൾഫിലും വിദേശങ്ങളിലുമൊക്കെ ജോലിക്ക് കച്ചവടത്തിനൊക്കെ പോയ ആളുകൾക്കൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ സ്വാലിഹീങ്ങൾ തന്നെയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മത്ബഖിൽ എത്രയോ നല്ല വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാവപ്പെട്ടവർക്കത് വിതരണം ചെയ്യുമായിരുന്നു സുലൈമാൻ അലൈഹിസ്സലാം. നോമ്പെടുത്ത് നോമ്പ് മുറിക്കുന്നത് ബാർലി കൊണ്ടുണ്ടാക്കിയ ഉണക്ക റൊട്ടിയും ഉപ്പിൻ്റെ കഷ്ണങ്ങളും എടുത്താണ് ഈ നിബിതങ്ങൾ നോമ്പ് മുറിച്ചിരുന്നത്. എന്നാൽ അവിടുത്തെ കിച്ചണിൽ ഏറ്റവും സുഭിക്ഷമുള്ള ഭക്ഷണമുണ്ടായിരുന്നു, അത് നാട്ടുകാർക്കാണ്. സുലൈമാൻ അലൈഹിസ്സലാം കഴിച്ചത് ഉണക്ക റൊട്ടിയാണ്. മാംസവും ഇഷ്ടമുള്ള കറിയും ഇഷ്ടമുള്ള ഭക്ഷണവും കഴിക്കാൻ മഹാന് കഴിയും. പക്ഷേ ആ സമ്പത്ത് മഹാൻ ചെലവഴിച്ചത് പാവപ്പെട്ടവർക്കാണ്. സുലൈമാൻ അലൈഹിസ്സലാം കഴിച്ചത് ഉണക്കറൊട്ടിയും ഉപ്പിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചത് പൊടിച്ചിട്ട് ആ റൊട്ടിയിൽ ചുരുട്ടി കഴിക്കുന്നതാണ് സുലൈമാൻ അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാം പട്ടിണി കിടന്നിട്ടുണ്ട്. ഈജിപ്തിന്റെ അധികാരവും ഈജിപ്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ അന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൈകളിലാണ്. ഇന്നലെ രാത്രി UAE സമയം 12 മണിക്ക് എൻ്റെ ബഹുമാന്യരായ എൻ്റെ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദിൻ്റെ കൂടെ ഞങ്ങളൊരു നല്ലൊരു വ്യക്തിയെ കാണാൻ വേണ്ടി ഷാർജയിലായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ അവിടുന്ന് ലാസ്റ്റ് പിരിയാൻ നേരത്ത് ഉസ്താദ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ ഒരു സംഭവം അവിടെ സൂചിപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകളും ഇനി എന്താണ് അടുത്ത ഭാവി എന്നൊക്കെയുള്ള ആശങ്കയൊക്കെ പെടുമ്പോഴേ ആശങ്കയുടെ ചർച്ച വന്ന ഉസ്താദ് പറഞ്ഞു, ആശങ്കപ്പെടാനൊന്നുമില്ല, അള്ളാഹുവിൻ്റെ തീരുമാനം അത് മാത്രമേ നടക്കൂ.
എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, വിദേശിയായൊരു മനുഷ്യനെ അന്യനാട്ടിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിച്ച് അതിന് പൗരത്വം കൊടുത്ത് ആ മഹാനെ കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയൊരു നാടിൻ്റെ രാജാവാക്കി അള്ളാഹു വാഴ്ത്താൻ അള്ളാഹു ചെയ്ത ഹിക്മത്തുകൾ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഈ അന്ന് ലോകമറിയപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് അന്ന് ഈജിപ്തും ഇന്ത്യയും പേർഷ്യയും. ഈ രാജ്യങ്ങളാണ് അന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഈജിപ്തിലേക്ക് നന്മയുടെ വെളിച്ചമെത്തിക്കാൻ അള്ളാഹു ചെയ്ത പണി എന്താണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ എറിയുന്നു സ്വന്തം ജ്യേഷ്ഠന്മാർ. ആ കുഞ്ഞിനെ യാത്രക്കാർ കൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അവിടുത്തെ അസീസു മിസ്ർ, ഈജിപ്തിന്റെ ഗവർണർ, ഈജിപ്തിന്റെ ഭരണാധികാരി, അവിടുത്തെ കിങ് യൂസുഫ് അലൈഹിസ്സലാമിനെ വിലക്ക് വാങ്ങുന്നു. ഭാര്യയോട് പറയുന്നു, അക്രിമി മത്വാ, ഇത് നമ്മുടെ പോറ്റുപുത്രനാണ്, നമുക്ക് വളർത്താം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടുത്തെ ക്രൗൺ പ്രിൻസ് ആയി മാറുന്നു, രാജകുമാരനായി മാറുന്നു. കൊച്ചുനാളിൽ വന്നതുകൊണ്ട് ആ നാട്ടുകാരനായി മാറി. ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ അന്ന് പാസ്പോർട്ട് കിട്ടിയെന്ന് പറയും, പൗരത്വം കൊടുത്തു എന്ന് പറയും. ആ മഹാനാണ് പിന്നെ ഈജിപ്തിൻ്റെ അധികാരിയാകുന്നതും ഈജിപ്തിനെ ദഅവത്ത് ചെയ്യുന്നതും നന്മയുടെ മാർഗത്തിലേക്ക്. അതിന് അല്ലാഹു ചെയ്ത പണി എന്തൊക്കെയാണ്? കനാനിൽ കിടക്കുന്ന ജോർഡാനിന്റെ ഇങ്ങ് സഊദിയുടെ ഇങ്ങ് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നാട്, യാക്കൂബ് നബിയുടെ മോൻ ദാരിദ്ര്യമായിരുന്നു. പക്ഷെ അല്ലാഹു തആല സമ്പത്തിന്റെ പറുദീസയിലേക്ക് ഉയർത്തി. മഹാനവറുകൾ അപ്പോഴും അല്ലാഹുവിന് ശുക്ർ ചെയ്തു ജീവിച്ച അല്ലാഹുവിന്റെ റസൂൽ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. എന്താണ് ആ പ്രാർത്ഥന? യൂസുഫ് നബി സുലൈമാൻ നബി ദുആ ചെയ്ത പോലെ തന്നെ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്. അവിടുത്തെ ഭക്ഷ്യ മിനിസ്റ്റർ ആയിരുന്നു ആദ്യം, പിന്നെ ഈജിപ്തിന്റെ രാജാധികാരിയാണ്. അസീസിന്റെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ക്രൗൺ പ്രിൻസാണ് അധികാരത്തിലേക്ക് വരുന്നത്, യൂസുഫ് അലൈഹിസ്സലാം. എന്താ പറഞ്ഞത്? ആ വാക്ക് നോക്കി നിങ്ങൾ. ഉമ്മയും വാപ്പയും കൊട്ടാരത്തിലേക്ക് വന്നു, 10 ജ്യേഷ്ഠന്മാരും വന്നു. അനിയനുണ്ട് ബിന്യാമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹവും അവിടെയുണ്ട്. അവിടെ ഇരുന്ന് യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിനോടൊരു നന്ദി പറയുന്ന വാക്കാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി, അതായത് റബ്ബി, എൻ്റെ രക്ഷിതാവേ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ നീ എനിക്ക് അധികാരം തന്നുവല്ലോ. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറയാനുള്ള കഴിവും നീ എനിക്ക് തന്നല്ലോ റബ്ബേ. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ ഒരു മോഡലും കാണാതെ ഒറ്റക്ക് സൃഷ്ടിച്ചവനെ അല്ലാഹുവേ. അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ. തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തിത്തരയണമേ. ആ സജ്ജനങ്ങളിൽ വലിയൊരു വിഭാഗം മിസ്കീന്മാരായിരിക്കും. അതുകൊണ്ടാണ് പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹദീസ് വഴിയെ നമുക്ക് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം യജൂഉ ബിയദിഹി ഖസാഇനുൽ അർദ്, ഭൂമിയുടെ ഖജനാവുകൾ കയ്യിലുണ്ടായിട്ടും നോമ്പ് നോറ്റ് പട്ടിണി കിടന്നിരുന്ന നബിയാണ് യൂസുഫ് അലൈഹിസ്സലാം. അപ്പൊ അവരോട് ചോദിച്ചു, എന്തിനാണ് യൂസുഫ് നബിയെ നിങ്ങൾ ഇത്രത്തോളം പട്ടിണി കിടക്കുന്നത്? അഖാഫു അൻ നശ്ബഅ ഫഅൻസൽ ജായിഈൻ, നോമ്പില്ലാതിരുന്നാലും വേറെ നിറച്ച് ഭക്ഷണം കഴിക്കൂല, നോമ്പില്ലെങ്കിലും കുറച്ചേ ഭക്ഷണം കഴിക്കൂ. അപ്പൊ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ? പറഞ്ഞു, ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ വിശക്കുന്നവരെ മറന്നുപോകുമല്ലോ, അതുകൊണ്ടാണ്. യാ അല്ലാഹ്, വിശക്കുന്നവരെ മറക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കുറച്ചേ കഴിക്കൂ, ഞാൻ വിശക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് കൊട്ടാരങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണം നൽകിയിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സിഹ്റു റസൂലില്ലാഹ്, ഹബീബായ നബിയുടെ പുതിയാപ്പിള. വയുഫ്തിറു അലാ ഖുബ്സി അശ്ശഈരി വൽ ഖല്ലി വസ്സൈത്, എണ്ണയും ഒലിവെണ്ണ, എണ്ണയും സുർക്കയും ബാർലിയുടെ ഖുബ്സുമാണ്, ബാർലിയുടെ റൊട്ടിയുമാണ്
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കഴിച്ചിരുന്നത്, ജനങ്ങൾക്ക് കൊടുക്കുന്നതോ തുആമുൽ ഇമാറ, VIP ഭക്ഷണം ജനങ്ങൾക്ക്. മഹാൻ കഴിച്ച്, ഇവരൊക്കെയാണ് വലിയ മുതലാളിമാരെന്ന് പറയുന്നത്. അവർ ജീവിച്ചത് സ്വന്തം അനുഭവിക്കാനല്ല എന്നർത്ഥം. യാ അല്ലാഹ്. അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ്. ഗസ്വത്ത് തബൂക്ക്, പുണ്യ നിബിതങ്ങൾ സംബന്ധിച്ച അവസാനത്തെ യുദ്ധമായിരുന്നു തബൂക്ക്. ജയ്ഷുൽ ഉസ്റ എന്നാണ് ആ സംഘത്തിന്റെ പേര്. കഷ്ടക്കാലത്ത്, കഷ്ടപ്പാടുള്ള സമയത്ത് പോയ സൈന്യമെന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ മുമ്പിലേക്ക് വന്നു. തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ചൂടുകാലമാണ്, ഇതുപോലത്തെ ഒരു ജൂൺ മാസം, കടുത്ത ചൂട്. ആരുടെ കയ്യിലും സമ്പത്തില്ല, ഒട്ടകങ്ങളില്ല, ആയുധങ്ങളില്ല, ഒന്നുമില്ല. തബൂക്കിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ഭീഷണിയുണ്ട് ദീനിന്, മദീനയ്ക്ക്. ആ ഭീഷണിയെ എതിരിടാൻ വേണ്ടി പോകണം. 500-ലേറെ കിലോമീറ്റർ, 600 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. സ്വഹാബികളെ, സംഭാവന ചെയ്യണേ, സംഭാവന വേണം, സ്വതക്ക വേണമെന്ന് നബി തങ്ങൾ പറയുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 1000 സ്വർണ്ണ നാണയങ്ങൾ, 1000 സ്വർണ്ണ നാണയങ്ങൾ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചൊരിഞ്ഞു കൊടുത്തു. അന്നത്തെ ദീനാർ, ആ സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കി നബി തങ്ങൾ പറയാൻ, മാ ളറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം, ഇന്നത്തെ ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഈ സ്വതക്കയുണ്ടല്ലോ, ഇനി ഇതിന് ശേഷം ഉസ്മാൻ എന്നവർ എന്ത് ചെയ്താലും ഉസ്മാൻ എന്നവർക്ക് അത് ഉപദ്രവമാവില്ല. അതുകൊണ്ട് മഹാനവറുടെ ആഖിറം നഷ്ടമാവില്ല. അത് പറഞ്ഞെങ്കിലും ഉസ്മാൻ തങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ലേ? മനസ്സിലാക്കണം. അത് ബദരീങ്ങളെ പറ്റി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. കാരണം ബദരീങ്ങൾ അള്ളാഹുവിനനുസരിക്കുന്നവരാ. ബദരീങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി ഗഫർതു ലക്കും, ബദരീങ്ങളെ, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് ബദറിൽ ഇറങ്ങിയവരല്ലേ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് ബദരീങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അല്ല, അവർ തെറ്റിലേക്ക് പോയവരല്ല. പക്ഷെ നബി തങ്ങൾ അതൊരു സ്നേഹം കൊണ്ട് പറഞ്ഞ വാക്കാണ്. ഉസ്മാൻ തങ്ങൾ 1000 സ്വർണ്ണ നാണയം ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്തു. ആലോചിച്ച് നോക്കി, അന്നത്തെ വെള്ളി നാണയമാണ് ദിർഹം, അന്നത്തെ സ്വർണ്ണ നാണയം ദീനാർ, 1000 ദീനാർ. മാ ളറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്ത് വന്ന കച്ചവട സാധനങ്ങൾ മദീനയിലെ മിസ്കീന്മാർക്ക് സ്വതക്കയാണെന്ന് പറഞ്ഞ സ്വഹാബിയാണ്. നബി തങ്ങളുടെ സ്വഹാബിമാർക്ക്, അഹ്ലുബൈത്തിന്, നബി തങ്ങളുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന നമ്മുടെ ഉമ്മമാർ, അവർക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരും ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടങ്ങളിൽ എത്രയോ അവരെ സഹായിച്ചിട്ടുണ്ട്, അവർക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കാര്യം പറയുന്നുണ്ട്, 40,000 ദീനാർ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരുടെ ഒരു ഭൂമി വിറ്റപ്പോ 40,000 സ്വർണ്ണ നാണയം കിട്ടിയപ്പോ അത് ഓഹരി വെച്ചതിൽ ഒരു വലിയ ഓഹരി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ചപ്പോ മഹദി പറഞ്ഞു, ലാ യഹ്നു അലൈകുന്ന ബഅദി ഇല്ല സ്വാലിഹൂൻ. എൻ്റെ ഹബീബായ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന ദുആ ഞാൻ കേട്ടിട്ടുണ്ട്. തങ്ങൾ പറയുന്നത്, തങ്ങൾ പറഞ്ഞ ഒരു കലാം, ഒരു ഹദീസ് എനിക്ക് ഓർമ്മയുണ്ട്. ലാ യഹ്നു അലൈകുന്ന ബഅദി ഇല്ല സ്വാലിഹൂൻ. ആയിഷ ബീവി, ഹഫ്സ ബീവി, സഫിയ ബീവി, എൻ്റെ കാലശേഷം എൻ്റെ ഭാര്യമാരായ നിങ്ങളോട് കരുണയും വാത്സല്യവും കാണിക്കുന്നത് സ്വാലിഹീങ്ങളായിരിക്കും. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ സ്വാലിഹാണെന്നതിൽ ഒരു സംശയവും വേണ്ട. എന്നിട്ട് ആയിഷ ബീവി ദുആ ചെയ്തു കൊടുത്തു, സഖല്ലാഹു ഇബ്നു ഔഫിൻ മിൻ സൽസബീലിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ സൽസബീൽ എന്ന ആ ഒരു മനോഹരമായ പാനീയം അല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് കുടിപ്പിക്കട്ടെ. സഖല്ലാഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ മിൻ സൽസബീലിൽ ജന്ന. ഇവർ അങ്ങനത്തെ സ്വാലിഹീങ്ങളാണ്. ദാനമായിരുന്നു, ദാനമാണ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു 7 ലക്ഷം ദിർഹമിന് അവരുടെ ഒരു തോട്ടം വിറ്റ കഥ പറയുന്നുണ്ട്. ആ ഒരു രാത്രി മഹാൻ ഉറങ്ങിയിട്ടില്ലത്രേ. 7 ലക്ഷം പിന്നെ എങ്ങനെ വിൽക്കുക? അത് സ്വതക്ക ചെയ്യാം മഹാനവറുകൾ. നേരം വെളുക്കുന്നവരെ കൊടുത്തു തീർക്കാൻ പറ്റുന്നൊക്കെ തീർത്തു. പിന്നെ രാത്രിയായില്ലേ, അന്ന് രാത്രി ഉറങ്ങിയില്ല.
നേരം വെളുത്തപ്പോ ഫഫറഖഹു, അത് മുഴുവൻ ജനങ്ങളിൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. ത്വൽഹ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേ അവരും നമ്മളെപ്പോലെ ചിന്തിക്കുന്ന മനുഷ്യരാ. എൻ്റെ മക്കള്, എൻ്റെ കുട്ടികളെ കല്യാണം കഴിക്കണ്ടേ, അവർക്ക് വീട് വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ എന്നൊക്കെ അവർക്ക് ആലോചിക്കാം. പക്ഷേ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് കൊടുക്കുന്നവർ അത് സജ്ജനങ്ങളുടെ അടയാളമാണ്. പിശുക്ക് അന്ത്യനാളിൽ വർദ്ധിച്ചു വരുന്നതാണ്. ഓരോരുത്തർക്കും ഓരോരോ കമ്മിറ്റ്മെന്റ്. എൻ്റെ ക്രെഡിറ്റ് കാർഡിന് പേയ്മെന്റ് ചെയ്യാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, അവിടെ കടം ഇവിടെ കടം, എല്ലാവർക്കും വിഷമങ്ങളാണ്. എന്നാലും ഉള്ളതിൽ നിന്ന് അള്ളാഹുവിന് നൽകുന്ന ഒരു സൽസ്വഭാവം അത് സജ്ജനങ്ങളുടേതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാ വിഷയങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരാവശ്യം വന്നെത്തുമ്പോൾ നിങ്ങളത് കണ്ടില്ലെന്ന് നടിക്കരുത്. അന്ത്യനാളിൽ 3 വിഭാഗം ആളുകളെ അള്ളാഹു കൊണ്ടുവരുമെന്ന് അല്ലാമ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മുജാഹിദ് എന്നവരുടെ അസറുകളെല്ലാം മർഫു ആണെന്ന്, ഹബീബായ നബിയിൽ നിന്ന് വരുന്ന ഹദീസുകളാണെന്നാണ്. അള്ളാഹു 3 വിഭാഗം ആളുകളെ നാളെ പ്രത്യേകമായ ഒരു വിചാരണക്ക് നിർത്തുന്നുണ്ട്. ബിൽ ഗനി വൽ മരീദ് വൽ അബ്ദിൽ മംലൂക്ക്. ഒന്ന് അടിമയാണ്, മറ്റൊന്ന് രോഗിയാണ്, മറ്റൊന്ന് സമ്പന്നനാണ്. അള്ളാഹു ചോദിക്കും മുതലാളിയോട്, മാ മനഅക മിൻ ഇബാദതി, നിങ്ങൾ എന്തേ എനിക്ക് ഇബാദത്ത് ചെയ്യാതിരുന്നത്? അപ്പൊ അദ്ദേഹം പറയും, പടച്ചവനെ, ഒരുപാട് ബിസിനസ് ഇല്ലേ, ഒരുപാട് ബ്രാഞ്ചുകളില്ലേ, ഇവിടൊക്കെ ഓടിയെത്തണ്ടേ. എനിക്ക് ഒരുപാട് പൈസ നീ തന്നില്ലയോ റബ്ബേ, അപ്പൊ പിന്നെ എനിക്ക് പിന്നെ ഇതിനൊന്നും നേരം കിട്ടിയില്ല. വാള് കേൾക്കാൻ വരൂല, ഒരു ദുആഇന്റെ മജ്ലിസിലിരിക്കൂല, സ്വലാത്തിന്റെ മജ്ലിസിലിരിക്കൂല, അദ്കാറുകൾക്കുണ്ടാവൂല, ജമാഅത്തിനുണ്ടാവൂല, ഒന്നിനുണ്ടാവൂല. എന്തേ? ബിസിനസ് ബിസിനസ് ബിസിനസ്. അല്ലാഹുവേ, നീ എനിക്ക് ഒരുപാട് സമ്പത്ത് നൽകിയില്ലേ? അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു മഹാനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അറിയുമോ, ഇത് സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. ഇത് സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാമാണ്. ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം. നിങ്ങളായിരുന്നോ തിരക്ക് പിടിച്ചോടിയിരുന്നത്? അതല്ല, നിങ്ങളെക്കാൾ തിരക്കുണ്ടായിരുന്നത് സുലൈമാൻ നബിക്കായിരുന്നോ? അള്ളാഹു ചോദിക്കും അത്രേ. അള്ളാഹുവേ, സുലൈമാൻ നബിക്ക് എന്നെ ആയിരിക്കും എന്നെക്കാളൊക്കെ. فإن هذا لم يمنعه شغله عن عبادتي. ലോകത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന ജനസംഖ്യയുള്ള പ്രദേശങ്ങളൊക്കെ ഭരിച്ച നബിയാണിത്, രാജാവാണ്. എന്നിട്ട് പോലും എൻ്റെ ഇബാദത്തിന് സുലൈമാൻ നബിക്ക് സമയമുണ്ടായിരുന്നു. നിങ്ങൾ ചെറിയ കച്ചവടക്കാരനായപ്പോഴേക്കും ഇതൊക്കെ നിർത്തിയല്ലേ? എൻ്റെ സുലൈമാൻ നബി നിർത്തിയിട്ടില്ലല്ലോ. പിന്നെ കൊണ്ടുവരുന്നു രോഗിയായ ഒരാൾ. രോഗിയോട് ചോദിക്കും, എന്തേ നിങ്ങളുടെ ഇബാദത്തൊക്കെ വളരെ കുറവായിരുന്നല്ലോ. മാ മനഅക മിൻ ഇബാദതി. തലവേദന ഉണ്ടായാൽ നിസ്കരിക്കാത്തവര്, ജലദോഷം ഉണ്ടായാൽ പിന്നെ നിസ്കരിക്കില്ല. അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങൾ. നമുക്ക് ബോധമുണ്ടോ, മരണം വരെ നിസ്കാരം നിർബന്ധമാണ്. നിൽക്കാൻ പറ്റാത്തവർ ഇരിക്കണം, ഇരിക്കാൻ പറ്റാത്തവർ കിടക്കണം, ആംഗ്യം കാണിക്കണം, കണ്ണിമ കൊണ്ട്, അതും പറ്റില്ലേ, ഹൃദയം കൊണ്ട്. ബോധമുള്ളവരെ നിസ്കരിക്കണം എന്നാണ്. എന്തേ നീ എനിക്ക് ഇബാദത്ത് ചെയ്യാതിരുന്നത്? അല്ലാഹു ചോദിക്കുന്നു. റബ്ബി അശ്ഗൽത അലയ്യ ജസദി. പടച്ചവനെ, എനിക്ക് ഊരവേദന, മുട്ടുകാല് വേദന, ഷോൾഡറിന് വേദന, തലവേദന, മൈഗ്രെയിൻ ഇതൊക്കെ ആയിരുന്നല്ലോ എനിക്ക്. പിന്നെ എങ്ങനെയാ ഞാൻ ഇബാദത്ത് ചെയ്യാം? അപ്പൊ ഇവിടെ കാണിച്ചു കൊടുക്കും. അറിയുമോ ഈ മഹാനെ? ഇതാണ് അയ്യൂബ് അലൈഹിസ്സലാം. കേട്ടിട്ടുണ്ട്. നിനക്കായിരുന്നോ വലിയ പ്രയാസം? അതല്ല, അയ്യൂബ് നബിക്കായിരുന്നോ? അപ്പൊ പറയും, ലാ ബൽ ഹാദാ. ശരിയാണ് റബ്ബേ, എനിക്കല്ല, ഇവർക്കായിരുന്നു. എന്റെ ഇബാദത്തിന് അയ്യൂബ് നബിക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്തില്ല? ഇപ്പൊ രോഗിയോടെ പഠിച്ചോ ചോദിക്കുന്നത്. ആരോഗ്യമല്ലേ നമ്മോട് തന്നെ ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ മറുപടി പറയാം? ആരോഗ്യം ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ അള്ളാഹുവിന് ചെലവഴിക്കുന്ന സമയം എത്ര കുറവാണ് അല്ലേ? എത്ര കുറച്ചേ ഉള്ളൂ. അയ്യൂബ് നബി അലൈഹിസ്സലാം ആയിരുന്നോ രോഗം കൊണ്ട് കുടുങ്ങിയത്? പ്രയാസപ്പെട്ടില്ല, നിങ്ങളായിരുന്നു. ആർക്കാ കൂടുതൽ? അയ്യൂബ് നബിക്കാണ് റബ്ബേ. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ശരീരമാസകലം വ്രണമായി
നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ കഴിയാത്ത വിധം വായയിലേക്ക് മുറിവ് വന്നപ്പോഴാണ് അയ്യൂബ് നബി ദുആ ചെയ്തത്, റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. പടച്ചവനെ, എനിക്ക് പ്രയാസങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ, നീ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ. എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ, ശിഫയാക്കണേന്ന് ചോദിച്ചിട്ടില്ല. അത് അത്ഭുതം അയ്യൂബ് നബി എപ്പോഴും റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു, അല്ലാഹുവേ എനിക്ക് പ്രയാസം എന്നെ തൊട്ടുപോയിട്ടുണ്ട്, പ്രയാസം തൊട്ടുപോയിട്ടുണ്ട്. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു. നമ്മളെന്താ പറയുക, അല്ലാഹുവേ നീ എന്നെ അങ്ങനെ കുടുക്കിയില്ലേ, നീ എന്നെ കഷ്ടപ്പെടുത്തിയല്ലേ, നീ എന്നെ അങ്ങനെ ആക്കിയില്ലേ, ഇങ്ങനെ ആക്കിയില്ലേ, എന്താ പടച്ചോനെ നീ എന്നോട് ഇങ്ങനെ. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ക്ഷമ, യാ അല്ലാഹ്, നാവ് കൊണ്ട് ഇനി പറയാൻ കഴിയില്ല. ഇപ്പോഴേക്കും പറഞ്ഞു, റബ്ബേ റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. എൻ്റെ രക്ഷിതാവേ, എന്നെ പ്രയാസം തൊട്ടു തീണ്ടിയിട്ടുണ്ട്, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണവാനല്ലയോ, കാരുണ്യവാനല്ലയോ. അത്രേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ശിഫ തരണേ എന്ന് ചോദിച്ചില്ല, അത്രേ പറഞ്ഞു. എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ. അപ്പോഴേക്കും ഷിഫാഇൻ്റെ വഴി അല്ലാഹ് പറഞ്ഞു കൊടുത്തു. ദാ കാലുകൊണ്ട് ചവിട്ടിക്കോളൂ, സ്ട്രൈക്ക് വിത്ത് യുവർ ലെഗ്. നിങ്ങളുടെ കാലൊന്ന് ചവിട്ടിയാൽ അവിടെ നിന്ന് വെള്ളം വരും. ആ വെള്ളമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം കുടിച്ചതും കുളിച്ചതും. യാ അല്ലാഹ്. യുഅ്താ ബിൽ മംലൂക്ക്, ജോലി ചെയ്യുന്ന കഷ്ടപ്പെടുന്ന മുതലാളിക്ക് വേണ്ടി പകലന്തിയോളം കച്ചവടത്തിലും ജോലിയിലും ഓടുന്നവരെ, അന്ന് അടിമകളാണ്, അടിമകളെ കൊണ്ടുവന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തേ ഇബാദത്ത് ചെയ്യാതിരുന്നത്? റബ്ബി ഫളൽത അലയ്യ അർബാബൻ യംലികൂനനി, എൻ്റെ ശരീരം ഉടമപ്പെടുത്തുന്ന അധികാരികളെ, സയ്യിദന്മാരെ നീ നൽകിയല്ലോ, അതുകൊണ്ട് അവർക്ക് പണിയെടുക്കായിരുന്നു. അവർക്ക് പണിയെടുത്തതിൽ പിന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പൊ കാണിച്ചു കൊടുക്കും, അവരെ ഓർമ്മണ്ടോ? നോക്കുമ്പോ അത് യൂസുഫ് ഇബ്നു യാഖൂബ് അലൈഹിസ്സലാം, യൂസുഫ് നബിയാണ് ഇരിക്കുന്നത്. ചോദിച്ചു, അടിമയായി അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ട നബിയാണത്. അഅൻത അശദ്ദു ഉബൂദിയ്യതൻ അം ഹാദാ, നീ ചെയ്ത ജോലിയാണോ അയ്യൂബ് നബിയുടെ കഷ്ടപ്പാടോ ഏതായിരുന്നു വലുത്? ഖാല ബൽ ഹാദാ, യൂസുഫ് നബി തന്നെയാണ്. അല്ലാഹുവേ, യൂസുഫ് നബി തന്നെയാണ്. അവരുടെ കഷ്ടപ്പാടായിരുന്നു വലുത്, അവരായിരുന്നു എന്നെക്കാളും. അവർ പൊട്ടക്കിണിട്ട് എറിയപ്പെട്ടില്ലേ, കൈകാലുകൾ ബന്ധിച്ചുകൊണ്ടാണ് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത്. ജോർഡാൻ എന്ന് കെയ്റോയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ മിനിമം 1200-300 കിലോമീറ്റർ വരും. ഇത്രയും ദൂരം ഒരു പൈതലിനെ, ഒരു 10-12 വയസ്സുള്ള കുട്ടിയെ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുപോയി അടിമയായിട്ട്. ആരായത്? വാപ്പ നബി, വല്യാപ്പ നബി, അവരുടെ വാപ്പ നബി. യാക്കൂബ് നബിയാണ് വാപ്പ, അത് നബിയാണ്. അവരുടെ യൂസുഫ് നബിന്റെ വല്യപ്പ യാക്കൂബ് നബിന്റെ ഉപ്പ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരും നബിയാണ്. അവരുടെ വാപ്പ ആരാ? ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനത്തെ ഒരു കുടുംബത്തിലെ മോൻ അടിമയായി വിൽക്കപ്പെട്ടിട്ടും എൻ്റെ യൂസുഫ് അലൈഹിസ്സലാമിനേക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ടല്ലോ, നീ എന്തേ ചെയ്യാതിരുന്നത്? യാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇബാദത്തിലായി ജീവിക്കാനും അല്ലാഹുവിലേക്ക് അടുക്കാനും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഒന്ന് കറക്റ്റ് 1 മണിക്കൂറായി. അപ്പോൾ ഒന്ന് എഴുന്നേറ്റുന്നൊരു 2-3 സ്വലാത്ത് ചൊല്ലിയിരുന്നാൽ നിങ്ങളുടെ ക്ഷീണം ഒക്കെ ഒന്ന് പോയിക്കോളും ഇൻഷാ അല്ലാഹ്. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഉറക്കെ ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബായ നബിയുടെ റൗളയിലേക്ക് അല്ലാഹുവേ ഞങ്ങളുടെ സ്വലാത്തുകളെ എത്തിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ആമീൻ. നമ്മുടെ വിഖായുടെ വളണ്ടിയർമാർ ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും ഇതൊരു ഭാഗ്യമാണ്. നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് കാണാൻ കിട്ടൂല. അപ്പോൾ ഈ വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു സംഖ്യ കൊടുക്കുക. ഇപ്പോൾ
അത് കൂട്ടത്തിൽ ചെറുതന്നെ നോക്കി കൊടുക്കലിട്ടാ, വലുതന്നെ നോക്കി കൊടുക്കി. ബിസ്മില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതിന് അവസരങ്ങൾ വളരെ കുറവല്ലേ. ജുമാക്ക് വരുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബക്കറ്റോ കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലെന്തെങ്കിലും ചില്ലറിട്ട് പോകാന്നല്ലാണ്ട് കാര്യമായി നമുക്കൊരു അവസരം, ഇതൊരു തൗഫീഖാണ് കേട്ടോ. അള്ളാഹു നിങ്ങൾ തന്നില്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും പള്ളിപ്പണി അള്ളാഹ് തീർപ്പിക്കും. നിങ്ങൾ കൂലിട്ടണേ ചെയ്തോളി, അത്രേ ഞാൻ പറയുള്ളൂ. പള്ളിപ്പണി തെച്ചപ്പോൾ അറബിക്കാർക്കാർ അതിൻ്റെ ഭാഗ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർക്കായിരിക്കും. ഓരോ കൂലി കൊണ്ടുപോകും, നമ്മൾ നാട്ടുകാരെ നോക്കിക്കേണ്ടി വരും, അത്രേ ഉണ്ടാവും. എപ്പോഴും പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അപ്പം അറബിനെ കിട്ടുമെന്നാണ് ചോദിക്കുക. എന്തൊരു കാലം! അരണക്കും രണ്ടണക്കും ജോലി ചെയ്തിരുന്ന കാലത്താണ് നമ്മുടെ നാട്ടിലെ ജുമാഅത്ത് പള്ളികളൊക്കെ ഉണ്ടായത് അല്ലേ. ഈ പള്ളിന് എത്ര പഴക്കമുള്ള പള്ളിയാണ് ഇവിടുത്തെ. അപ്പോൾ അല്ലേ, ചെറിയ പള്ളി വലുതാക്കിയതല്ലേ. സുബ്ഹാനല്ലാഹ്. ആ 3 സെൻറ്റ് കൊടുത്ത ആ പള്ളിയാണതല്ലേ, അതവിടെ അപ്പുറത്ത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴയ പള്ളിയാണിത്, നമ്മുടെ ജുമാഅത്ത് പള്ളി. അപ്പം അന്നൊക്കെ അവർ ചെറിയ ശമ്പളക്കാരിൽ, അന്നത്തെ കൂലിപ്പണി, അന്നത്തെ ഒരു തെങ്ങ് ഒരു കവുങ്ങ് പള്ളി കൊടുക്കുക വഖഫാണെന്നൊക്കെ. ഇന്ന് വഖഫ് ചെയ്യൽ വളരെ കുറവാണ്. ആളുകൾ അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്യാം. അവരൊക്കെ ഒരുപാട് നമ്മൾ നിസ്കരിക്കുന്ന കൂലിക്ക് കിട്ടല്ലേ. നമുക്ക് കിട്ടുന്ന കൂലി എത്രയോ അതുപോലത്തത്. നമ്മുടെ നിസ്കാരം ശരിയല്ലെങ്കിൽ നമുക്ക് കൂലി കിട്ടൂല, പക്ഷെ അവർക്ക് ഒരാൾ നിസ്കരിച്ച കൂലി അപ്പോഴും അള്ളാഹ് കൊടുക്കും. അതാണ് അത്ഭുതം. അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തോളി, എത്ര പറ്റുന്നത് കഴിയുന്നത് കൊടുക്കാൻ. ഉമ്മമാരെ, സഹോദരിമാരെ, പെണ്ണുങ്ങളെ കൊടുത്തോളി, അതൊക്കെ ഉണ്ടാവുള്ളൂ. മാല വാങ്ങിയതും മോതിരം വാങ്ങിയതൊക്കെ പോവും, അതൊക്കെ കൂടെ അയച്ചിട്ടാ പിന്നെ കബറിലേക്ക് പോവുക. അത് വേറെ ആരെങ്കിലും ഇട്ട് കൊണ്ടുപോകും. അള്ളാഹുവിന് വേണ്ടി കൊടുത്തതേ ബാക്കി ഉണ്ടാവുള്ളൂ. യാ അല്ലാഹ്. മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന വാക്ക്, ബിഹഖിൻ നഖൂലു ലക്കും, ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഇന്ന അക്നാഫസ്സമാഇ ലഖാലിയതും മിനൽ അഗ്നിയാ, ആകാശലോകങ്ങളിൽ പിശുക്കന്മാരായ മുതലാളിമാരെ കുറിച്ചൊരു ചർച്ച പോലും നടക്കുന്നില്ല. അള്ളാഹുവിന് വേണ്ടി കൊടുക്കാത്ത പൈസ ഉണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് കൊടുക്കൂല. സ്വന്തം കാര്യം, എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, ഞാൻ, അങ്ങനെ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കൂല. അങ്ങനത്തെ ആളുകളെ കുറിച്ച് ആകാശലോകങ്ങളിൽ അഗ്നിയായിനെ സംബന്ധിച്ച്, സമ്പത്തുള്ളവരെ കുറിച്ചൊരു ചർച്ച പോലും നടക്കുന്നില്ല. അവരുടെ അമലുകൾ പോലും, അവരുടെ കർമ്മങ്ങളോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള യാത്രകൾ, ബിസിനസ് മീറ്റിങ്ങുകൾ, ഒന്നും ആകാശലോകത്തെ ചർച്ച പോലും വരുന്നില്ല. മലക്കുകളുടെ ലോകത്ത് സ്വാലിഹീങ്ങളെ കുറിച്ച് ചർച്ചയുണ്ട്. ഇൽമിന്റെ മജ്ലിസിൽ ഈ പുകക്കുന്ന പോലെ ഹ്യൂമിഡിറ്റിയുള്ള ഈ സമയത്ത് അള്ളാഹുവിൻ്റെ മജ്ലിസിൽ ഇരിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന ഇൽമിൻ്റെ മജ്ലിസിൽ വന്നിരിക്കുന്നത്, അത് മുതലാളിയാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ആകാശലോകങ്ങളിൽ അത് ചർച്ച വരും. അല്ലാഹു അന ജലീസു മൻ ദക്കറനി, എന്നെ ഓർക്കുന്നവരുടെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്. അതുകൊണ്ട് സജ്ജനങ്ങളുടെ ഭാഗങ്ങളിലേക്ക് ചേരാൻ നമ്മൾ ത്യാഗം ചെയ്തേ പറ്റൂ. ആദ്യത്തെ ത്യാഗം നമ്മുടെ സമ്പത്ത് കൊണ്ട് തന്നെയാണ്. ഒരു ആബിദായ മനുഷ്യൻ മറ്റൊരു ആബിദായ മനുഷ്യനെ കണ്ടപ്പോഴേ ഉണ്ടായൊരു അനുഭവം മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അവരുടെ സുഹുദ്, കിതാബു സുഹുദിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, രണ്ടുപേരും ഇബാദത്ത് ചെയ്യുന്ന മഹാന്മാരാ. ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ, അഅജബു മിൻ ഫുലാൻ, നമ്മുടെ കൂടെ എപ്പോഴും ജമാഅത്തിന് വന്നിരുന്ന ഒരാൾ, എപ്പോഴും നമ്മുടെ പള്ളിയുടെ മദ്രസയുടെ വിഷയങ്ങൾക്ക് നടന്നിരുന്ന ഒരാൾ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ദീനിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്നഹു കാന ഖദ് ബലഗ മിൻ ഇബാദതിഹി, ഒരുപാട് ഇബാദത്തുണ്ടായിരുന്ന ആള്. വമാലത് ബിഹി ദുനിയാ, ദുന്യാവണ വന്നപ്പോഴും പിന്നെ ഇബാദത്തൊക്കെ നിർത്തി. എത്ര ആളുകളുണ്ട് നമ്മുടെ വീടുകളിൽ TV വന്നതിന് ശേഷം ഖുർആൻ നിർത്തി എത്ര വല്യന്മാരുണ്ട്, എത്ര വല്യാപ്പാരുണ്ട്. റിമോട്ടും പിടിച്ചിരിക്കലേ. ആദ്യമൊക്കെ വേണ്ടെന്നൊക്കെ പറഞ്ഞ്, ഞാൻ മരിക്കോളം എൻ്റെ വീട്ടിൽ TV കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാരും എല്ലാം പറഞ്ഞു കേട്ടോ, ഇല്ലാമ റഹിമ റബ്ബി. അപ്പോൾ പേരക്കുട്ടി ചോദിച്ചു നമ്മോട്, അല്ല അമ്മ, നമ്മുടെ വല്യമ്മ എന്നാ മരിക്കുക? എന്തേ മോനെ വല്യമ്മ മരിക്കാൻ വേണ്ടി? എന്നാലും TV ആവാൻ പറ്റുള്ളൂ, കുട്ടി ചോദിക്കുക. അപ്പം പിന്നെ ലാസ്റ്റ് വല്യമ്മ അതിന് അടിമയായി. വല്യമ്മക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും എന്നെ കൊണ്ടുപോകല റബ്ബെ, എത്ര സീരിയലും സിനിമയും വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴല്ലേ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ ഇബാദത്തും നിസ്കാരം ഉണ്ടായിരുന്ന എത്ര നല്ല മനുഷ്യന്മാർ റിമോട്ടും പിടിച്ചിരിക്കാൻ തുടങ്ങി. ആലോചിച്ച് നോക്കി, എത്ര വലിയ ഫിത്നയാണ്. ഇപ്പോൾ അത് മൊബൈൽ മേലായി എന്ന് മാത്രം. മാലത്ത് ബിഹി ദുന്യാ, ദുന്യാവ് കൊണ്ട് കിട്ടിയപ്പോഴേ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ നല്ല ഇബാദത്താ. സുബഹിക്ക് എണീറ്റിരുന്ന മനുഷ്യനാണ്,
കഥ കണ്ട് യൂട്യൂബ് തീരോ? ഖിയാമത്ത് വരെ കണ്ടാൽ തീരൂല. നമ്മുടെ ആയുസ് 10 തന്നാൽ തീരോ? യൂട്യൂബ് തീരൂല. അത്രയും കണ്ടന്റാണ് അതിൽ. അപ്പോൾ പിന്നെ കണ്ട് നേരം വെളുത്ത് 1 മണിക്ക് 2 മണിക്ക് കിടന്നുറങ്ങി. പിന്നെ എങ്ങനെ സുബഹി കിട്ടുന്നത്? അങ്ങനെ ഇബാദത്ത് നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ ആബിദ് പറയാൻ അത്ഭുതം തോന്നാണ്. ചില ആളുകൾ നല്ല ഇബാദത്തുണ്ടായിരുന്ന ആളുകളൊക്കെ നിർത്തിയില്ലേ? ഇപ്പൊ ഖുർആൻ ഓതിയിരുന്ന ആളുകൾ ഫേസ്ബുക്ക് വന്നതിന് ശേഷം ഖുർആൻ ഉണ്ടപ്പോ ആ കിതാബല്ലേ നോക്കണുള്ളൂ, അള്ളാന്റെ കിതാബ് നോക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കണം. ചെറുതല്ല ഇത്. അന്നും നമ്മൾ ജീവിച്ചു, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ കുറേ വായിച്ചിട്ടും നമ്മുടെ ആഖിറത്തിലേക്ക് എന്തേ ഒരു എണ്ണം, ഒരല്പം എന്ത് നമുക്ക് സഹായം ചെയ്തു? ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ നമ്മൾ പറയുന്ന ഫേസ്ബുക്കും വാട്സപ്പൊക്കും ഇൻസ്റ്റഗ്രാമും അതും ഇതും ഒക്കെ ഉണ്ട് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ, നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ അടുത്ത്, എല്ലാ വീട്ടിലും, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ. ഇത് വരാത്തൊരു കാലത്തും നമ്മൾ ജീവിച്ചിരുന്നു. ഈ വന്നതിന് ശേഷം നമ്മുടെ ഈമാനിനും നമ്മുടെ നന്മക്കും ഇത് എത്രത്തോളം ഫലം ചെയ്തു ഉണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ വാദ കേൾക്കുന്നതും നന്മ കേൾക്കുന്നതും ആ വഴിയിലൂടെ തന്നെയാണ്. എന്നാലും വലിയൊരു വിഭാഗം ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണോ? നമ്മളെങ്കിലും അതിനിടയിലൂടെ എന്തെങ്കിലും ഒന്ന് കയറി വരുമ്പോൾ അതൊന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് അതിലേക്ക് വഴുതി പോകുന്നില്ലയോ? മാലത്ത് ബിഹി ദുന്യ, ദുന്യാവ്, ആ വഴിയിലേക്ക്, ദുന്യാവിലേക്ക് അവർ ചാഞ്ഞുകൊടുത്തു. ഇബാദത്തൊക്കെ നഷ്ടമായില്ലേ, അവർക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ആബിദ് തിരിച്ചു പറഞ്ഞ മറുപടി, ലാ തഅജബ് മിമ്മൻ തമീലു ബിഹി, ഇത് കയ്യിൽ കിട്ടുമ്പോൾ അതിലേക്ക് മനസ്സ് മാറുന്നവരെ കുറിച്ചല്ല അത്ഭുതപ്പെടേണ്ടത്. വലാകിൻ അജബ് മിമ്മൻ ഇസ്തഖാം, ഇതൊക്കെ കിട്ടിയിട്ടും ഞാൻ എൻ്റെ ഇബാദത്ത് ചുരുക്കൂല. ഞാൻ എൻ്റെ ഖുർആൻ ഓതുന്ന എൻ്റെ പതിവ്, എൻ്റെ വിർദുകള്, എൻ്റെ അദ്കാറുകള് ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുമുള്ളൂ എന്ന് പറയുന്നവരെ കുറിച്ചാണ് അത്ഭുതപ്പെടേണ്ടത്. അത്ഭുതപ്പെടേണ്ടത് ഇങ്ങനെ വഴിമാറുന്നവരെ കുറിച്ചല്ല. അതെന്തായാലും വഴിമാറും. അത്ഭുതപ്പെടേണ്ടത് ഇത് കിട്ടിയിട്ടും വഴിമാറാത്തവർ. അള്ളാഹു അങ്ങനത്തെ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തി തരട്ടെ. മാദിബാനി ജായിആനി ഉർസിലാ ഫീ ഗനമിൻ ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫ് ലിദീനിഹി. ഒരു മനുഷ്യന്റെ ദീന് നശിപ്പിക്കാൻ, ഒരു മനുഷ്യന്റെ ദീന് നശിപ്പിക്കാൻ ഏറ്റവും സാധ്യതയേറിയത് സമ്പത്തുണ്ടാവണമെന്നും അഭിമാനമുണ്ടാവണമെന്നും ഫേമസ് ആവണമെന്നും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് ഒരു കൃഷിത്തോട്ടത്തിലേക്ക് ഒരു ആട്ടിൻ പറ്റത്തിലേക്ക് വിശന്ന 2 ചെന്നായ്ക്കളെ കടത്തിവിട്ടാൽ ആ ആടുകളെ മുഴുവൻ ആ 2 ചെന്നായ്ക്കളെ കടിച്ചു പറിക്കും. എന്നാൽ ആ ആട്ടിൻ പറ്റങ്ങളിലേക്ക് അഴിച്ചിടപ്പെട്ട വിശന്നു വരുന്ന 2 ചെന്നായ്ക്കളെക്കാളും, ആ ചെന്നായ്ക്കൾ ആ ആട്ടിൻ പറ്റങ്ങളെ നശിപ്പിക്കുന്നതിനേക്കാളും ഒരു മനുഷ്യന്റെ ദീനിനെ നശിപ്പിക്കുന്നത് സമ്പത്തുണ്ടാക്കണമെന്നും ഫേമസ് ആവണമെന്നും എന്ന മനുഷ്യന്റെ 2 ആഗ്രഹങ്ങളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിത ലോകത്ത് ഒരുപാട് ചർച്ച നടക്കുന്ന ഒരു ഹദീസ്. ഈ ഹദീസിനെ പറ്റി മാത്രം ഒരു കിതാബുണ്ട്, മാദിബാനി ജായിആൻ. മുസന്നിഫ് ആരെങ്കിലും ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. മാദിബാനി ജായിആൻ, അതാണ് അതിൻ്റെ തുടക്കം. ആ കിതാബിൻ്റെ ഒരു ചെറിയൊരു തഅലീഫാണ്. ഈ ഹദീസാണ് അവിടെ ചർച്ച വരുന്നത്. മനുഷ്യൻ ഇപ്പോൾ ഫേമസ് കുട്ടികളൊക്കെ നമ്മൾ ഈ കൊറോണ കാലത്ത് എല്ലാവരും യൂട്യൂബ് തുടങ്ങിയാലോ അല്ലേ? എല്ലാവർക്കും ഇപ്പം എന്തായെന്നാവും. പിന്നെ കാണുന്ന കല്യാണത്തിനും തക്കാരത്തിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തുപോലെ എൻ്റെ ചാനലിൽ അങ്ങനെ കാണുമ്പോൾ എവിടെ എത്തിയെന്നറിയില്ല. ചെറിയോരും വലിയവരും ഈ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമാണ്. ചെറിയ കുട്ടികളെ നമ്മൾ അവരെ പറ്റി പറയില്ല, അവർക്ക് അറിയില്ലല്ലോ. വലിയവരിത് പറയാണ്, വിവരമുള്ളവർ. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതാവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ, കാണേണ്ടവർ കണ്ടോളൂ. നമ്മളത് പറഞ്ഞ് കെഞ്ചിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹം ഉണ്ടാവുമ്പോഴല്ലേ നിങ്ങളങ്ങനെ പറയുള്ളൂ. അതിൻ്റെ വഴിക്ക് വിടി, കാണുമല്ലോ കണ്ടോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുമല്ലോ, നിങ്ങൾ എത്ര പറഞ്ഞാൽ ആ തോന്നാത്തവൻ ചെയ്യൂല. പിന്നെ എന്തിനാ പറയേണ്ട കാര്യം? ക്വാളിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്തു തരും അല്ലേ? ക്വാളിറ്റി ഇല്ലേ ആരും ചെയ്യൂല. അപ്പം പിന്നെ എന്തിനീ പറയുന്നത്? ഫെയിം കിട്ടണം, അറിയപ്പെടണം, അല്ലെങ്കിൽ അതിൻ്റെ വരുമാനം എടുക്കണം, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നവരാണ്. ഒരു മനുഷ്യൻ്റെ ദീൻ ചെന്നായ ആട്ടിൻ പറ്റങ്ങളെ കടിച്ചു പറിക്കണ പോലെ നിങ്ങളുടെ ദീനിനെ ഇത് കടിച്ചു പറിക്കും. അതുപോലെ നല്ല അതിനേക്കാൾ എന്നാണ് ഹബീബാ നബി ഞങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് പണ്ഡിതന്മാരും ഉസ്താദുമാരും ചാലിമീങ്ങളും സാധാരണക്കാരും പണക്കാരും കഴിവുള്ളവരും ചാനലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ദീനിനെ നശിപ്പിച്ചു കളയുന്നതാണ്. അത് സ്വാലിഹായ ഒരു മനുഷ്യന്റെ ചിന്തകളിൽ വരാൻ പാടുള്ളതല്ല. സജ്ജനങ്ങൾ അങ്ങനെ ചിന്തിക്കൂല. സജ്ജനങ്ങളുടെ ചിന്തയിൽ ഇത് വരാൻ പാടില്ല എന്നാ. സമ്പത്ത് അവരുടെ ഒരു മോട്ടീവ് അല്ല. അള്ളാഹുവിനോട് സമ്പത്തിനെ ചോദിക്കാം, പക്ഷെ അതിനു വേണ്ടി ഓടി നടക്കുക, അതിനു വേണ്ടി ആർത്തി കാണിക്കുക, സമ്പത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, അടിപിടികള്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ വീടുകളിൽ. ഉമ്മയും ഉപ്പയും മരിച്ചാൽ പിന്നെ അടിയാണ്. എന്തിന്? വാപ്പാന്റെ സ്വത്ത് എനിക്ക് അത് വേണം, നിനക്ക് ഇത്ര തരൂല, എനിക്ക് ഇത്ര വേണം. യാ അല്ലാഹ്. ഇനി ഞാൻ പറയുന്ന ഹദീത്ത് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കേണമേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനെ അറിയുന്നവനാണ്. നമ്മുടെ അന്ത്യം എങ്ങനെയാണെന്നറിയുന്നവനാണ്. അള്ളാഹ് ഏറ്റെടുത്ത മുഅ്മിനീങ്ങളുടെ ചില ഗുണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഇച്ചിരി നീണ്ട ഹദീത്താണ്, എന്നാലും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്റെ മുഅ്മിനീങ്ങളായ അടിമകളിലുണ്ട് ലമൻ യസ്അലുനിൽ ബാബ മിനൽ ഇബാദ. അല്ലാഹുവേ, എനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് എന്നോട് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു ഹജ്ജ് ചെയ്തു, പിന്നെ എല്ലാ കൊല്ലം ഹജ്ജിന് പോകണം റബ്ബേ. ഒരു ഉംറ ചെയ്തു, ഫർളായത്, എല്ലാ കൊല്ലം ഉംറക്ക് പോകണം. അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നവരുണ്ട്. ഒന്ന് ഞാൻ ചാൻസ് കൊടുക്കും, ഫർള് അവർ ചെയ്തു, അല്ലെങ്കിൽ ഒരു സുന്നത്ത് കൂടെ ചെയ്തു, വീണ്ടും എല്ലാ കൊല്ലം എല്ലാ സീസണിലും എല്ലാ റമളാനിലും ഹറമിലാണ്, എന്നിട്ട് അവിടുന്ന് കഅബന്റെ മുമ്പിൽ സെൽഫി എടുത്ത് വിടുക. ഇതൊക്കെയാണ് ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹ് പറയാണ്, ഫഅകുഫഹു അൻ, ഞാനത് അവർക്ക് കൊടുക്കുന്നില്ല. അല്ലാ യദ്ഖുല അലൈഹി ഉജുബുൻ ഫയഫ്സിദഹു ദാലിക്, ഞാനെങ്ങാനും അതിനവസരം കൊടുത്താൽ, ഉദാഹരണം പറഞ്ഞാണ്, എല്ലാ കൊല്ലവും ഉംറ, വേറെന്ത് കർമ്മങ്ങളാവട്ടെ, ഞാനെങ്ങാനും അതിനവസരം കൊടുത്താൽ അയാളുടെ മനസ്സിനുള്ളിൽ ഞാനിപ്പോൾ തരക്കേടില്ലല്ലോ എന്നൊരു തോന്നൽ വരികയും ആ മനുഷ്യന്റെ ഈമാനിനെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അയാൾക്കത് കൊടുക്കൂല. അങ്ങനെ ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ മുഅ്മിനീങ്ങളുണ്ട്. അവരെന്നോട് ചോദിക്കുന്നത് ഞാൻ അറിയാത്തത് കൊണ്ടല്ല, ഞാൻ കേൾക്കാത്തത് കൊണ്ടുമല്ല, അവരുടെ ഈമാനിനെ ഞാൻ സംരക്ഷിക്കുകയാണ്. അവർക്ക് ഞാനത് കൊടുത്താൽ അവർക്കത് ദുരിതമായി മാറും. എന്റെ മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് ലമൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഗിനാ. പൈസ കൊടുത്തെങ്കിലേ, സമ്പത്തുണ്ടെങ്കിലേ ആ മനുഷ്യന്റെ ഈമാൻ നന്നാവുകയുള്ളൂ. വലൗ അഫ്ഖർതുഹു ലഅഫ്സദഹു ദാലിക്, ആ മനുഷ്യനെ ഞാൻ ദാരിദ്ര്യം കൊടുക്കുകയാണെങ്കിൽ, ദരിദ്രനാക്കുകയാണെങ്കിൽ അയാൾ നിസ്കരിക്കാതെയാവും, അയാൾ വഴിതെറ്റിപ്പോകും, മോഷണത്തിലേക്ക് പോകും, പിടിച്ചു പറിക്കാൻ പോകും, അസൂയയിലേക്ക് പോകും. അതുകൊണ്ട് ചില ആളുകളുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുക്കുന്നവരുണ്ട്. അത് കൊടുക്കാതിരുന്നാൽ അത് അവരുടെ ഈമാനിന് തകരാറ് ചെയ്യും. ഇന്ന മിൻ ഇബാദിയൽ മുഅ്മിനീൻ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരെ കുറിച്ചേ പറയണം കേട്ടോ. ഇന്ന മിൻ ഇബാദിയൽ മുഅ്മിനീൻ, എൻ്റെ മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് ലമൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഫഖർ, ദാരിദ്ര്യമുണ്ടെങ്കിലേ അവരുടെ ഈമാൻ ശരിയാവുള്ളൂ. പൈസ ഉണ്ടായാൽ അവരുടെ കോലം മാറും. എത്ര ആളുകളുണ്ട് അങ്ങനെ. ദാരിദ്ര്യമായി നടക്കുമ്പോൾ മക്കളൊക്കെ ജോലിക്കായി ഉഷാറായി നോക്കുമ്പോഴേക്കും അവരുടെ സ്വഭാവം പെരുമാറ്റമൊക്കെ മാറി. അതാ കിടക്കണ മക്കളെ ജോലിയും പോയി ഒരു നാട്ടിലെത്തി. എന്തേ? അള്ളാഹു ചെറിയൊരു പരീക്ഷണം കൊടുത്തത്, എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇവർക്ക് അള്ളാഹു കൊടുത്താൽ പ്രശ്നമാണ്. അങ്ങനത്തെ ചില ആളുകൾക്ക് ഞാൻ ദാരിദ്ര്യം, അവർക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലേ അവരുടെ ഈമാൻ ശരിയാവൂ. വലൗ അഗ്നൈതുഹു ലഅഫ്സദഹു ദാലിക്, ഞാൻ അവർക്ക് സമ്പത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് അവർക്ക് ദുരിതമാവും, അവരുടെ ഈമാൻ നഷ്ടമാകും. അതുകൊണ്ട് ഞാൻ അവർക്ക് ദാരിദ്ര്യം കൊടുക്കുന്നുണ്ട്. വഇന്ന മിൻ ഇബാദിയൽ മുഅ്മിനീൻ ലമൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ല സ്വഹ, ആരോഗ്യമുണ്ടെങ്കിലേ അവരുടെ ഈമാൻ ശരിയാകൂ. അങ്ങനത്തെ മുഅ്മിനീങ്ങളും എൻ്റെ ഇഷ്ടപ്പെട്ടവരിലുണ്ട്. വലൗ അസ്ഖംതുഹു ലഅഫ്സദഹു ദാലിക്, അവരെ ഞാൻ രോഗിയായി കിടത്തിയാൽ അവരുടെ ഈമാൻ അങ്ങ് പോയിപ്പോകും. അവരൊട്ടും ഇബാദത്ത് ചെയ്യില്ല, അവർ അള്ളാഹുവിനെ പഴിചാരും, അവർ അള്ളാഹുവിനെ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ അവർക്ക് ആരോഗ്യം കൊടുക്കുന്നുണ്ട്. രോഗം കൊടുത്താൽ അവരുടെ ഈമാൻ കേടാവുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ഇനി നേരെ ഓപ്പോസിറ്റുമുണ്ട്.
വഇന്ന മിൻ ഇബാദിൽ മുഅ്മിനീൻ ലമൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ല സഖം. ചില ആളുകളുടെ ഈമാൻ ശരിയാവേണമെങ്കിൽ അവരുടെ ശരീരത്തിൽ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കണം. ചില രോഗമുണ്ടാകുമ്പോഴേ അവർ ഖുർആൻ ഓതൂ, രോഗമുണ്ടെങ്കിലേ അവരെ ദിക്റ് ചൊല്ലൂ, രോഗമുണ്ടെങ്കിലേ അവരെ നിസ്കരിക്കൂ. എന്തേ? അതുകൊണ്ടെങ്കിൽ ഇത് മാറിക്കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ചില ആളുകൾക്ക് ഞാൻ അവർക്ക് ആരോഗ്യം കൊടുത്ത് രോഗമെല്ലാം മാറ്റിക്കൊടുത്താൽ അവര് മദ്യപിക്കാൻ പോകും, അവരെ മയക്കുമരുന്നിന് അടിമകളാകും, അവര് ഗാങ്സ്റ്റേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ചില യുവാക്കളെ രോഗം കൊണ്ട്, ചില ആളുകളെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞാൻ രോഗം നൽകുന്നുണ്ട്. ആരോഗ്യം കൊടുത്താൽ അവരുടെ ഈമാൻ നഷ്ടമാവുമെന്ന് എനിക്കറിയുന്നത് കൊണ്ട്. ഇനി പറയുന്നൊരു വാക്ക്, ഇത് ഖുദ്സിയായ ഹദീസാണ്. വദാലിക അന്നി ഉദബ്ബിറു ഇബാദി ബിഇൽമി ബിഖുലൂബിഹിം. ഞാൻ എൻ്റെ അടിമകളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവരുടെ ഹൃദയങ്ങളെ അറിഞ്ഞതുകൊണ്ടാണ്. നിങ്ങളുടെ ഖൽബ് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് സമ്പത്ത് തന്നാൽ എന്താണ്, നിങ്ങൾക്കത് കൊതിയുള്ള ആളാണ്, അപ്പൊ തരൂല. നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ നോക്കിയാണ്, എൻ്റെ അടിമകളുടെ ഹൃദയങ്ങളെ നോക്കിയാണ് ഞാൻ എൻ്റെ അടിമകളുടെ വിഷയങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇന്നി അലീമുൻ ഖബീർ. ഞാനെല്ലാം അറിയുന്നവനാണ്, ഞാനെല്ലാം സൂക്ഷ്മമായി വീക്ഷിക്കുന്നവനാണ്. ഹലിയത്തുൽ ഔലിയാഇൽ അബൂ നഈമിൽ അസ്ബഹാനി ഇബ്നു അബി ദുനിയായുടെ അൽ ഔലിയ എന്ന കിതാബിൽ ഇമാം ബൈഹഖി അൽ അസ്മാഉ വസിഫാത്തിൽ ഇബ്നു അസാകിർ തങ്ങൾ താരീഖ് ദിമഷ്കിൽ ഒക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അടിമകളെ, അള്ളാഹിന്റെ സൃഷ്ടികളെ അള്ളാഹു നിയന്ത്രിക്കുന്നത് അവരുടെ ഖൽബുകൾ അള്ളാഹ്ക്കറിയാം. അപ്പൊ പടച്ചോനോട് എന്ത് ചെയ്യണ്ട? പടച്ചോനെ മുതല് തരണേ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ഖൈറാണെങ്കിൽ തന്നേക്ക് റബ്ബേ, ഖൈറാണെങ്കിൽ എനിക്കത് സാധ്യമാക്കി താ റബ്ബേ, അങ്ങനെ ദ്വാരക്കാവൂ. അള്ളാഹു പറയുന്നുണ്ട്, യബ്ന ആദം, ആദമിന്റെ മോനെ അലൈഹിസ്സലാം. ആരാണ് ഈ ആദം എന്ന് പറയുന്നവരെ? മനുഷ്യരുടെ വല്ലിപ്പയാണ് ആദം അലൈഹിസ്സലാം. നിങ്ങൾ അലൈഹിസ്സലാം എന്ന് പറഞ്ഞില്ലേ? യബ്ന ആദം അലൈഹിസ്സലാം, ആദം നബിയുടെ മക്കളെ, അത്യുഅനി ഫീമാ അമർതുക്, നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണമേ. വലാ തുഅലിംനി ബിമാ യുസ്ലിഹുക്, നിങ്ങൾക്ക് എന്താണ് നല്ലത് എന്ന് എന്നെ പഠിപ്പിക്കരുതേ. ഇന്നി ആലിമും ബിഖൽഖി, എൻ്റെ സൃഷ്ടികളെ കുറിച്ച് എനിക്കറിയാമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുവെന്ന് മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു പറയാൻ, നിങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് നിങ്ങൾ എന്നോട് പറയല്ലേ. ചില പറയാം, ആ കുട്ടി എനിക്ക് കല്യാണം കഴിച്ചു തരണം, ആ ചെറുക്കനുമായി എൻ്റെ മകളുടെ വിവാഹം നടക്കണം. അങ്ങനെ പറയണ്ട. അത് ഖൈറാണെങ്കിൽ നടത്തിത്താ റബ്ബേ, അത് എൻ്റെ മകൾക്ക് ഖൈറാണെങ്കിൽ നടത്തണേ, എൻ്റെ മോന് ആ ബന്ധം ഖൈറാണെങ്കിൽ നടത്തി. അപ്പോൾ പറയും, എന്നാൽ ആ ബന്ധം ഖൈറാക്കാന്ന് വരുന്നൂടെ? അത് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ, അള്ളാഹുവിനതറിയുള്ളൂ നിങ്ങൾക്കത് ഖൈറാണോ അല്ലേ എന്ന്. ഇങ്ങനെ മുഅ്മിനീങ്ങളെ അള്ളാഹു ഏറ്റെടുക്കുന്ന ഒരു രീതിയുണ്ട്, അത് മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ഏറ്റെടുക്കുന്നവരെയാണ്. ഇന്നി ഉദബ്ബിറു ഇബാദി ബിഇൽമി ബിഖുലൂബിഹിം, ഇന്നി ഉദബ്ബിറു ഇബാദി ബിഇൽമി ബിഖുലൂബിഹിം. മനുഷ്യരുടെ ഹൃദയങ്ങളെ എനിക്കറിയാം. ആ അറിവനുസരിച്ചാണ് ഓരോ മനുഷ്യനെയും അവരുടെ വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നത് എന്ന് അല്ലാഹു ജല്ല ജലാലു. മനുഷ്യന്റെ ഖൽബാണത്. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസമുണ്ട്. മദാ സലുഹത്, അല്ലെങ്കിൽ ചില റിവായത്തിൽ ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അവരുടെ കണ്ണും അവരുടെ വാക്കും, അവർ കേൾക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നന്നാവും. വഇദാ ഫസദത്, ആ ഒരു മാംസകഷ്ണം ഉള്ളിൽ കിടക്കുന്നത് മോശമായാൽ ഫസദൽ ജസദു കുല്ലു, അവരുടെ മുഖഭാവം പോലും മോശമായിരിക്കും. അവർ നോക്കുന്നത്, അവർ കേൾക്കുന്നത്, അവർ പറയുന്നത്, അവർ ചിന്തിക്കുന്നത് എല്ലാം മോശമാവും. അറിയണേ, ഏതാണ് ആ മാംസകഷ്ണം എന്നറിയുമോ? അലാ വഹിയൽ ഖൽബ്, അത് മനുഷ്യന്റെ ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണ്. ഖൽബ് ഇവിടേക്കാണ് അള്ളാഹു നോക്കുന്നത്. നിങ്ങളുടെ കുപ്പായത്തിന്റെ ബ്രാൻഡ് ഏതാണെന്ന് അള്ളാഹു നോക്കണില്ല. നിങ്ങളുടെ ഷർട്ടിന്റെ കളർ എന്താ, അതൊന്നോട് വിഷയമേ, ചർച്ചയല്ല. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഖൽബിൽ എന്താണ് നിയ്യത്ത്, നിങ്ങൾ എന്താണ് അള്ളാഹുവിനെ പറ്റി വിചാരിക്കുന്നത്. യാ അല്ലാഹ്. ഈസാ അലൈഹിസ്സലാമിന്റെ ഒരു റിവായത്ത് മഹാനായ യസീദ് ഇബ്നു മൈസർ റഹിമഹുല്ലാഹ്
ഭൂമിയെ അല്ലാഹു തആല അനുഗ്രഹങ്ങളെ കൊണ്ട് ഒരുക്കുന്നത്. ഭൂമിയെ അനുഗ്രഹിക്കുക. എന്നാൽ മഴ വേണ്ടിടത്ത് മഴ, വെയിൽ വേണ്ടിടത്ത് വെയിൽ, കൃഷികൾ, മറ്റു വിഭവങ്ങൾ, മറ്റു സംവിധാനങ്ങൾ, പ്രപഞ്ചത്തെ അല്ലാഹു നോക്കുന്നത് ബിൽ ഖുലൂബി സ്വാലിഹ, നല്ല ഹൃദയങ്ങളെ നോക്കിയിട്ടാണ്. വബിഹാ യുഖർരിബുൽ അർള ഇദാ കാനത് ഗൈറ ദാലിക്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് അല്ലാഹുവിൻ്റെ സ്ഥാനമില്ലാതെയായാൽ ഈ ഭൂമി അല്ലാഹു നശിപ്പിക്കും. വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഭരണാധികാരികൾ ക്രൂരന്മാരായി മാറും. ചുറ്റുവട്ടങ്ങളിൽ ദാരിദ്ര്യവും പ്രയാസവും വറുതിയും വരൾച്ചയും കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നു. എന്തേ? ഖൽബുകളിൽ സ്നേഹം അല്ലാഹുവിനോട് കൊടുത്തിട്ടില്ല. ഖൽബിൽ സ്നേഹം സമ്പത്തിനോട് അല്ലെങ്കിൽ ഭൗതികതയോട്. അങ്ങനെ ആയിപ്പോവരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വകാന ഫുആദി ഖാലിയൻ ഖബല ഹുബ്ബികും, ഖൽബ് കൊണ്ട് അല്ലാഹുവിനെ സ്നേഹിക്കാൻ. ഈ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ ഒരു ജന്മനാ ഉള്ള ഒരു വികാരമാണ് സ്നേഹം. അത് അല്ലാഹുവിനോടില്ലെങ്കിൽ വല്ല പെണ്ണിനോടോ പൈസയോടോ വല്ല കാറിനോടോ വല്ല കളിക്കാരനോടോ വല്ല ഫിലിം ആക്ടറിനോടോ ആക്ട്രസിനോടോ ആരോടെങ്കിലും ഈ സംഭവം ഉണ്ടാവും. അത് അല്ലാഹുവിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ, അംബിയായിലേക്ക് ഡൈവേർട്ട് ചെയ്താൽ പരിശുദ്ധമാണ് ഈ സ്നേഹം. അത് വേറെ വഴിക്ക് പോയാൽ അത് ദുർഗന്ധം വമിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ചൊരു കവിതയാണ് ഇവിടെ. ഈ കവിത പറയുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് വരുമ്പോഴേ ഞാൻ ചെറുക്കനോട് പറഞ്ഞു, അത് ഒന്ന് അറിയിക്കൂട്ടോ, കുഴപ്പമില്ല. അതിൻ്റെ ഒരു ക്രൂ, അവിടുത്തെ ഫ്ലൈറ്റിൽ അറ്റൻഡർ ഉണ്ടാവില്ലേ, ഫ്ലൈറ്റ് അറ്റൻഡർ, റഊഫ് എന്നാണ് ചെറുപ്പക്കാരൻ്റെ പേര്, കണ്ണൂർ ജില്ലക്കാരനാണ്, പയ്യാമ്പലം. അപ്പം എന്നോട് പറഞ്ഞു, ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് മദീന കാണാൻ, ഒന്ന് ഹറമിലെത്താൻ, ഉംറ ചെയ്യാൻ. അവരുടെ ജ്യേഷ്ഠന്മാർ 2 പേര് ദുബൈയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഓൺ സ്ഥാപനങ്ങളുണ്ട്. അവർ കുടുംബമൊക്കെ പോകാറുണ്ട്. എനിക്കിതുവരെ പോകാൻ പറ്റിയില്ലല്ലോ എന്ന വലിയ വിഷമമുണ്ടായിരുന്നു. എനിക്കാണെങ്കിലോ മദീന കാണാൻ വല്ലാത്ത ആഗ്രഹവും. അങ്ങനെ ഞാൻ എൻ്റെ 2 പെൺമക്കളിൽ ഒരു കുട്ടിക്ക്, രണ്ടാമത്തെ കുട്ടിക്ക് പേരിട്ടു മദീന. പെൺകുട്ടിൻ്റെ പേരിട്ടു മദീന, കുഴപ്പമൊന്നുമില്ല. മദീനത്തുൻ നബി റസൂലുള്ളാഹിൻ്റെ മദീന എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ പേരിട്ടു. പലരും പറഞ്ഞു, ഇത് എന്ത് പേരാടോ, മദീന എന്ന് പറഞ്ഞാൽ ടൗണ്, പട്ടണം എന്നല്ലേ അർത്ഥമുള്ളൂ. അങ്ങനെ അർത്ഥമുണ്ട്. അത് വിചാരിച്ചിട്ട് മദീന നമ്മൾ പറയുമ്പോഴേ പട്ടണം എന്നാണോ പറയാ? റസൂലുള്ളാഹിൻ്റെ മദീന എന്നല്ലേ, മദീനത്തുൻ നബി എന്നല്ലേ നമ്മൾ പറയാ. ആ അർത്ഥത്തിലാണ് ഈ ചെറുപ്പക്കാരെ കുട്ടിക്ക് പേരിട്ടത്. അദ്ദേഹം പറയാണ്, ആ കുട്ടിക്ക് ഞാൻ ആ പേരിട്ടതിൽ പിന്നെ അതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, അങ്ങനെയാണല്ലോ പറയാ, എനിക്ക് മദീന കാണാൻ അവസരമുണ്ടായി. ഒരുപാട് തവണ ഉംറ ചെയ്യാൻ അവസരമുണ്ടായി. ഇപ്പോൾ ഫ്ലൈറ്റൊക്കെ കണ്ണൂർ ടു ജിദ്ദ ഷെഡ്യൂൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനു മുമ്പും ജിദ്ദയിലേക്ക് പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ വേഗം പോയി ഉംറ ചെയ്ത് വരും. പല പ്രാവശ്യം ഉംറ ചെയ്തു, പല പ്രാവശ്യം മദീനയും പോയി കണ്ടു. 2-3 ദിവസമൊക്കെ ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യും ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച്. എനിക്ക് ആ കുഞ്ഞിന് പേരിട്ടതിൽ പിന്നെ അള്ളാഹു ചെയ്ത വലിയൊരു നിഅമത്താണ്. എനിക്ക് മദീന ഇടക്കിടക്ക് കാണാൻ അവസരം ഉണ്ടാകുന്നു. അതിന് മുമ്പ് എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലൊരു, ചെറുപ്പക്കാരനാണ്, 8 വർഷം അങ്ങനെ ആയി എന്ന് പറഞ്ഞു, എയർ ഇന്ത്യയിൽ ഫ്ലൈറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഇരുന്ന് കുറേ സംസാരിച്ചു. എൻ്റെ അടുത്ത സീറ്റ് ഒഴിവായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചു. അപ്പോൾ നമ്പറൊക്കെ വാങ്ങി, പരിചയപ്പെടണം, ഞാൻ വിളിക്കും, ബന്ധപ്പെടും എന്നൊക്കെ പറഞ്ഞു പോയി. അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ദ്വാരക്കാനും വേണ്ടി പറഞ്ഞു. നിങ്ങളൊക്കെ ദ്വാരക്ക. കാരണം ആ ഒരു ചെറുപ്പക്കാരൻ്റെ സ്നേഹം മദീനയോട് ബന്ധിപ്പിച്ചപ്പോൾ സ്വന്തം മോളെ മദീന എന്ന പേരിട്ടത്. ആരിടാത്ത പേരാ മദീന എന്ന പെൺകുട്ടിക്ക്, ഞാനും കേട്ടിട്ടില്ല പേര്. പക്ഷേ ആ പേരിടുന്നോണ്ട് പ്രയാസമൊന്നുമില്ല, നല്ലതാ, ഒരു കുഴപ്പമില്ല. ആ ഒരു സ്നേഹം കൊണ്ട് അള്ളാഹു ആ ഹൃദയത്തെ അള്ളാഹുവിനറിയാമല്ലോ. ഖൽബിൻ്റെ ലക്ഷ്യമെന്താണെന്ന് അള്ളാഹുവിനറിയാം. അപ്പോൾ പടച്ച തമ്പുരാൻ അതിലുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുക ഉണ്ടായത്. ഇത് അള്ളാഹു ചെയ്യുന്ന ചില ഇടപെടലുകളാണ്. ഇനി ഞാൻ ചൊല്ലുന്ന കവിത ആ ഒരു ദിവ്യ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. وكان فؤادي خاليا قبل حبكم وكان بذكر الخلق يلهو ويمرح. എൻ്റെ ഹൃദയം ശൂന്യമായിരുന്നു. وكان فؤادي خاليا قبل حبكم. അല്ലാഹുവേ, നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഹൃദയം ശൂന്യമായിരുന്നു. وكان بذكر الخلق يلهو ويمرح.
ആ സ്നേഹം കിട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ നിന്റെ സൃഷ്ടികളെയാണ് സ്നേഹിച്ചത്. യൽഹൂ വയംറഹു, അത് പിന്നെ മതിമറന്ന നിനക്കിഷ്ടമില്ലാത്ത ആസ്വാദനങ്ങൾ. ഇപ്പോൾ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ കറങ്ങലിൻ്റെ പരിപാടി നമ്മുടെ ക്യാമ്പസുകളിൽ വലിയൊരു വിഭാഗം. അള്ളാഹു എല്ലാവർക്കും നമുക്കൊക്കെ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. വലിയ വേദനയാണ്, വലിയ വിഷമമാണ്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അദ്ദേഹം ജോർജിയയിൽ പോയി. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ ജോർജിയയിലേക്ക് മെഡിസിൻ പഠിക്കാൻ പോകുന്നുണ്ട്. ചെറിയ പൈസക്ക് ചിലവുള്ളൂ, നല്ല പഠനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കത് നടന്നില്ല. എന്തേന്ന് ചോദിച്ചു. ഞാൻ പോയി നോക്കുമ്പോൾ ഹോസ്റ്റലിൽ തൊട്ട് മുമ്പത്തെ റൂമിൽ ആണുങ്ങൾ, ആൺകുട്ടികൾ, ഇപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് റൂമിൽ പെൺകുട്ടികൾ. പിന്നെ ഒരു ഫ്രീഡുള്ള നാട്. അവിടെ എന്താ പിന്നെ നടക്കുക? നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? 2 ബിൽഡിങ് പോലും അല്ല, ഒരേ ബിൽഡിങ്ങിൻ്റെ റൂം അപ്പുറം. എനിക്കതൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കളൊക്കെ എന്താവും, എങ്ങനെയാണ് ഇവരൊക്കെ ഇത് കഴിഞ്ഞു വരുമ്പോൾ അവരുടെ ഇഫത്തും ചാരിത്ര്യവും അവരുടെ ഈമാനും അവരുടെ അഖീദയും അള്ളാഹുമായുള്ള ബന്ധമൊക്കെ എന്താകും എന്ന് എനിക്ക് പേടി തോന്നി. ഞാൻ എൻ്റെ മക്കളവർക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ വിഷയം പറഞ്ഞത്. നമ്മുടെ ചുറ്റുവട്ടങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് അള്ളാഹിനോട് അതൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ എൻ്റെ മക്കളൊക്കെ അങ്ങനെ വളർത്തി പറയാൻ പറ്റുമോ? അവിടെ നിയന്ത്രണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുത്ത് പറഞ്ഞേക്കാം. ഏത് ഫിത്നയിൽ ചെന്ന് പെട്ടാലും ഞാനതിനില്ല എന്ന ആർജവമുള്ള മക്കളായി നമ്മുടെ മക്കളെ വളർത്തുക. അപ്പോഴേ രക്ഷയുള്ളൂ. എന്നല്ലാതെ ലോകം മുഴുവൻ അള്ള പറഞ്ഞ പോലെ നടക്കുന്ന ഒരു സംഭവം ലോകത്ത് നടക്കാൻ പോകുന്നില്ല. ഈ പോകുന്ന പോക്കിൽ തന്നെ നമ്മൾ മുഅ്മിനീങ്ങളായി ജീവിച്ചിങ്ങനെ പോകണം. ലോകം മുഴുവൻ നന്നായിട്ട് നമുക്ക് നന്നാവാൻ പറ്റില്ല, അത് ഇമ്പോസിബിൾ, അങ്ങനെ ഉണ്ടാവില്ല. ഈ കേടുവന്ന ലോകത്തിനിടയിൽ നല്ല മനുഷ്യരായി നല്ല മനസ്കരായി ജീവിക്കാൻ കഴിയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പടച്ചവനെ, നിന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ് എൻ്റെ വഴിവിട്ട സ്നേഹങ്ങളായിരുന്നു എൻ്റെ കൂട്ട്. അന്ന് എൻ്റെ ഹൃദയം ശൂന്യമായിരുന്നു. ഫലമ്മാ ദഅ ഖൽബി ഹവാക അജാബഹു ഫലസ്തു ഉറാഹു അൻ ഫിനായിക യബ്റഹു. അങ്ങനെ പടച്ചവനെ, നിന്റെ സ്നേഹം എന്നെ മാടി വിളിച്ചപ്പോൾ എൻ്റെ ഹൃദയം നിനക്കുത്തരം നൽകി. അല്ലാഹുവിനോടൊരിഷ്ടമായി. എന്നെ പറഞ്ഞയച്ച റബ്ബേ, എൻ്റെ ശ്വാസം നീ നൽകുന്ന റഹ്മത്തിൻ്റെ ഒരു കയറാണത്. എൻ്റെ നിലനിൽപ്പ് നിന്റെ റഹ്മത്ത് കൊണ്ടാണ്. നീ എൻ്റെ ആരോഗ്യം പിടിച്ചു വെച്ചാൽ ഒരു മസിലും പിന്നെ വളരൂല, ഒരു ജോയിൻറ്റും പിന്നെ വർക്ക് ചെയ്യൂല, ശരീരത്തിൽ നിവർന്ന് നിൽക്കാൻ പോലും കഴിയില്ല. ആ കരുണയുടെ ഉറവിടമേ. നമുക്കൊരാൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ് തന്നാൽ നമുക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരിക്കൂലേ? അല്ലേ? വായ കൊണ്ട് ബിരിയാണി വെക്കണവരുണ്ട്, ഒറിജിനൽ ബിരിയാണി വെച്ച് കൊടുക്കണവരുണ്ട്, അല്ലേ? രണ്ടും ഉണ്ടാവും മനുഷ്യന്മാരുടെ, അല്ലേ? ഈ ഒറിജിനൽ സ്നേഹം അവരെന്ത് ചെയ്യും? കാണിക്കും. ചില ആളുകൾ ഭയങ്കര സ്നേഹമാണ്, അങ്ങനെയാണ്. നിങ്ങൾക്കൊരു പ്രയാസം വന്നു നോക്കണ്ട, ഫോൺ തന്നെ എടുക്കൂല. അപ്പം അത് തട്ടിപ്പ് സ്നേഹമാണ്. ഒറിജിനൽ സ്നേഹം ഏത് വിഷമങ്ങളിലും കൂടെ നിൽക്കുന്നവരാണ്, നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ്. ചെറിയൊരു സഹായം പോലും നിങ്ങൾക്ക് തരുമ്പോഴേ നിങ്ങൾ അവരെ വല്ലാണ്ടങ്ങോട്ട് ഇഷ്ടപ്പെടും. എഴുതുന്നവരെ കണക്ക് ഫേസ്ബുക്കിലൊക്കെ വലിയൊരു കിതാബ് തന്നെ എഴുതുപോലെ പറ്റി, അങ്ങ് ചെറിയ സഹായം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ മനുഷ്യൻ അവർക്ക് കിട്ടുന്ന നന്മകളുടെ അടിമകളാണ് എന്ന് പറയാറുണ്ട്. മനുഷ്യന് ലഭിക്കുന്ന നന്മകൾ മനുഷ്യനെ അടിമകളാക്കി മാറ്റുന്നുണ്ട്. അത് ഒരു ആശയമാണ്. എപ്പോഴും അടിമയാവണമെന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. പടച്ചതമ്പുരാൻ, നമ്മൾ ജനിച്ചു, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉമ്മയും വാപ്പയും പറഞ്ഞു, നിന്റെ ഡേറ്റിനാ മോനെ നീ ജനിച്ചത്. നമ്മൾ പോലും അറിഞ്ഞില്ല ആ ഡേറ്റിനാ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത് എന്ന്. നമ്മളെ കൊണ്ടുവന്നതാണ്. അപ്പം അതാരോ ഒരാൾ ചെയ്തതാണ്. അത് ഉമ്മയല്ല, വാപ്പയല്ല, അള്ളാഹുവാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കാത്തൊരു സമയത്ത് ഇവിടുന്ന് പോകും. അത് ഉമ്മയും വാപ്പയല്ല കൊണ്ടുപോകുന്നത്, നമ്മളെ മക്കളുമല്ല നമ്മളെ ജീവൻ അവസാനിപ്പിക്കുന്നത്, അത് മറ്റാരോ ആണ്. അതാരാണ്? അല്ലാഹു ജല്ല ജലാലുഹു. യുഹ്യീ വ യുമീത്. ജീവിതത്തിൽ കിട്ടിയതെല്ലാം, അനുഭവിക്കുന്നതെല്ലാം ആ റബ്ബിന്റെ പ്രതിഫലനങ്ങൾ. അത്രയും നിഅമത്തുകൾ എനിക്ക് നൽകിയത് മുഴുവൻ കാരണക്കാരൻ അല്ലാഹു. മനുഷ്യരുടെ കൈകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് പോലും അല്ലാഹു തീരുമാനിച്ചെങ്കിലല്ലേ അവരുടെ മനസ്സുകൾ നിങ്ങളിലേക്ക് തിരിയൂ. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യണമെന്ന് ഒരാൾക്ക് തോന്നണമെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആരിടപെടണം? അല്ലാഹു ഇടപെടണം. അപ്പൊ ആ റബ്ബിനങ്ങ് സ്നേഹിച്ചാൽ പോരെ? കാണാതെ റബ്ബിനെ സ്നേഹിക്കുക, അങ്ങനെയാണ്. കണ്ണുകൊണ്ട് കാണപ്പെടാത്തവനാണ് അല്ലാഹു ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ. എന്നാൽ അതിൻ്റെ അടയാളങ്ങളെല്ലാം അല്ലാഹു നമ്മുടെ മുമ്പിൽ തന്നു. പടച്ചതമ്പുരാനെ കുറിച്ച് അറിയേണ്ടതെല്ലാം
പുണ്യനബിയിലൂടെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനമായ ഖുർആനിലൂടെ, പ്രപഞ്ചമെന്ന പുസ്തകത്തിലൂടെ ആ റബ്ബിനെ സ്നേഹിക്കുക. കാമുകന്മാരുടെ പ്രേമങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടാവും, അതിന് ചില അവധിയുണ്ടാകും. പക്ഷെ അള്ളാഹുവിനോടുള്ള ദിവ്യസ്നേഹം, അതിൻ്റെ ആനന്ദവും അനുഭൂതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. സുജൂദുകൾ ആനന്ദം കൊണ്ട് കരയുന്ന സുജൂദുകളാകും. റുകൂഉകൾ സ്നേഹം കൊണ്ട് കുനിയുന്ന റബ്ബിൻ്റെ മുമ്പിലുള്ള റുകൂഉകളാണ്. നമ്മുടെ നൃത്തം എത്ര നീണ്ടുപോയാലും മെഹബൂബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തമാണ്. ഖുർആൻ ഓതുന്നത് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും മെഹബൂബിനോടുള്ള സംസാരമാണ്. അത് എത്ര നീണ്ടുപോയാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ കൽബിലേക്ക് കിട്ടുമ്പോഴേ നമ്മുടെ കൽബ് അല്ലാഹു കാണുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത്ഭുതങ്ങളാണ്. അതാണ് സ്വാലിഹീങ്ങളും നമ്മളും തമ്മിലെ വ്യത്യാസം. അതാണ്. അങ്ങനെയല്ല, സ്വാലിഹീങ്ങളും ഞാനും തമ്മിലെ വ്യത്യാസം. നിങ്ങൾ സ്വാലിഹീങ്ങളാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യത്യാസം കിടക്കുന്നത് കൽബിലാണ്. കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. നല്ല ഹൃദയം അള്ളാഹു നൽകട്ടെ. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. وكان فؤادي خاليا قبل حبكم وكان بذكر الخلق يلهو ويمرح فلما دعا قلبي هواك أجابه فلست أراه عن فنائك يبرح. അള്ളാഹുവേ, എൻ്റെ ഹൃദയം നിന്നെ സ്നേഹിച്ച നാളു മുതൽ നിന്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് തിരിഞ്ഞു പോരുന്നില്ല. അവിടെ തന്നെയാണ്, വീടിൻ്റെ മുറ്റത്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് റബ്ബേ, ഞാനിത് പറയുന്നത് സത്യമാണ്. നീയില്ലാതെ എനിക്കൊരു ആനന്ദമില്ല റബ്ബേ. എൻ്റെ ഈ ലോകത്തിലെ ആനന്ദം നീ ഉള്ളതാണ്. മഹാന്മാർ പറയും അൽഹംദുലില്ലാഹി അലാ വുജൂദില്ലാഹ്. അങ്ങനെ ഉണ്ടൊരു ഹംദ്. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, നീ ഉണ്ടല്ലോ, അതിനൊരു സ്തുതി റബ്ബേ. അല്ലാഹുവേ നിനക്ക് സ്തുതി അലാ വുജൂദില്ലാഹ്. അല്ലാഹുവേ നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ, പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എൻ്റെ സ്വന്തക്കാരനാ, മൂപ്പരോടെ ഉണ്ടല്ലോ, ഉണ്ണിക്ക് അല്ലെങ്കിൽ ഇന്നാലിൻ്റെ മിനിസ്ട്രിയിൽ മിനിസ്റ്ററുടെ PA പേഴ്സണൽ അസിസ്റ്റൻ്റ് എൻ്റെ കൂട്ടുകാരനാ, വലിയ സന്തോഷമോ വലിയ റാഹത്ത, ഒരു പേടിയില്ല. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടുന്നൊരു ധൈര്യമുണ്ട്. അതാണ് സജ്ജനങ്ങളുടെ ധൈര്യം. ഇനിയൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുലേക്ക് നമ്മളൊക്കെ തൗബ ചെയ്ത് മടങ്ങുക. ഇതേ പരിഹാരമുള്ളൂ. മുഴുവൻ ഉമ്മത്തും തൗബ ചെയ്യണം അല്ലാഹുവിലേക്ക്. തെറ്റുകളിലൂടെ ഉരുണ്ട് മറിഞ്ഞ് നമ്മൾ എവിടെയോ ദൂരെയാണ്. പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഒരു പുല്ലിന്റെ വിലയില്ലാത്ത വിധം നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മറന്നുപോയതാണ്. പിന്നെ അള്ളാഹു എങ്ങനെ മൈൻഡ് ചെയ്യുക? റബ്ബ് ഇടപെടണം, അള്ളാഹുവിൻ്റെ ഇടപെടൽ വേണം. അതിനാകെ പരിഹാരം റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം. കൽബ് കൊണ്ട്, കർമ്മം കൊണ്ട് തൗബ ചെയ്ത് റബ്ബിലേക്ക് കരഞ്ഞ് 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 നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കണം. അള്ളാഹുവിൻ്റെ മുറ്റത്ത് നിന്ന് തിരിഞ്ഞു പോരാത്ത ഹൃദയം. وإن كان شيء في البلاد بأسرها إذا غبت عن عيني لعيني يملح فإن شئت واصل لي وإن شئت لا تصل فلست أرى قلبي لغيرك يسلح. വളരെ മനോഹരമായ ഒരു കവിതയാണ്. അബുൽ ഖാസിം നൈസാബൂരി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഭ്രാന്തന്മാരിലെ ബുദ്ധിമാൻ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, ഉഖലാ ഉൽ മജാനീൻ. മുസ്ലിംമാർക്കൊക്കെ അറിയായിരിക്കും ഉഖലാ ഉൽ മജാനീൻ. ആള് ഭ്രാന്തന, പക്ഷെ ബുദ്ധിയുള്ള ആളാണ്. ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ, അതിൽ ചർച്ച ചെയ്തത് ഇത്തരം ആളുകളുടെ ചരിത്രങ്ങളാണ്. അപ്പം അതിൽ വന്നൊരു കവിതയാണത്. ആ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ വന്ന ഭ്രാന്താണ്. അങ്ങനൊരു ഭ്രാന്ത്, ഒരു ആലങ്കാരികമായിട്ട് പറയാലോ. ഉഖലാ ഉൽ മജാനീൻ, അബുൽ ഖാസിം നൈസാബൂരിയുടെ കിതാബ്. ഫഇൻ ശിഅത വാസ്വിൽനി വഇൻ ശിഅത ലാ തസ്വിൽ. പടച്ചവനെ, നിനക്ക് വേണമെങ്കിൽ നിന്റെ ബന്ധം എന്നോട് ചേർത്തിക്കോ, വേണമെങ്കിൽ നീ എന്നോടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞാലും ഫലസ്തു അറാ ഖൽബി ലിഗൈരിക യസ്ലുഹു. പടച്ചവനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നീ എന്നോട് മിണ്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ കൽബ് ഇനി നിനക്ക് മാത്രമേ പറ്റൂ. എൻ്റെ ഹൃദയം ഇനി ഒരാൾക്കും കഴിയില്ല, ഒരാളെയും സ്വീകരിക്കാൻ ഈ കൽബിന് കഴിയില്ല. നീയാണ്, നിന്റെ റസൂലാണ്, അവരാണ് എൻ്റെ കൽബിലുള്ളത്.
അങ്ങനത്തെ ഒരു ഹൃദയമാണ് റബ്ബേ എൻ്റേത് എന്ന് ഉഖലാഉൽ മജാനീൻ